എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അതാണ് എന്റെ പുള്ളി ഏറ്റവും കൂടുതൽ ട്രബിൾ ചെയ്തത്. അതാണ് ഈ പറഞ്ഞ പുള്ളിക്ക് 3 ടേക്കേ ഇഷ്ടമുള്ളൂ. ഞാനിങ്ങനെ എന്നിട്ട് ഒന്നുകൂടെ നോക്കാം, വേണ്ടെന്നേ, പ്രാവശ്യം ചൂടായി, വേണ്ടെന്നേ, ഞാൻ 3ാമത്തെ ടേക്കേ വെക്കൂ. വെക്കാൻ ഇവിടെ എടുത്ത് വെച്ച്. അതെ, അത് നല്ല ബോറായിരിക്കും. ടെക്നോളജി കൂടി എങ്ങനെ ഇതിലേക്ക് കൊളാബ് ചെയ്യാം? ഒരു ആദ്യമായിട്ട് കാണുന്ന ആക്ച്വലി സെറ്റിലായിരുന്നു, ലൊക്കേഷനിലായിരുന്നു. ഈ പടത്തിന്റെ ലൊക്കേഷനിലായിരുന്നു. അല്ല, പണ്ട് ഹരികൃഷ്ണൻസിന്റെ ഷൂട്ടില് അന്ന് എനിക്കിതിന്റെ ഓർമ്മയില്ല. അല്ല, അന്ന് പിന്നെ എന്റെ ഫാദർ പറഞ്ഞൊരു കാര്യം, അതാണ് ഞാൻ എപ്പോഴും, എന്റെ ഫാദർ എന്നോട് ആകെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ സിനിമയായിട്ട് ബന്ധപ്പെട്ട്. കൊറിയൻ റോം-കോം സ്റ്റോറി സാറ്റാറിക്കൽ ആയിട്ടൊരു ആരായിരുന്നു വുഡി ആലനോ വെസ് ആൻഡേഴ്സൺ സ്റ്റൈലിൽ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഈ സിനിമ. ഇത് പൂക്കളം പോലെ ഒരു സിനിമയാണ്. ഈ 2 സിനിമയും എനിക്ക് വളരെ സ്പെഷ്യൽ. സത്യേട്ടൻ മണിസാറിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ, മണിസാറിന്റെ അതിന് മുമ്പുള്ള പടം അത്ര വലിയ ഹിറ്റൊന്നും അല്ലായിരുന്നു. മണിസാർ സത്യേട്ടനോട് പറഞ്ഞു, എല്ലാരും വന്ന് ചോദിക്കുന്നു എന്ത് പറ്റി, കഴിഞ്ഞ പടം എന്ത് പറ്റി, ഇത് പറ്റുമെന്നറിയായിരുന്നെങ്കിൽ ഞാനത് ചെയ്യൂ. പുള്ളിക്കെന്നെ ഇഷ്ടപ്പെട്ടില്ലല്ലോ, അവരെന്നെ ഓഡിഷൻ കഴിഞ്ഞ് റിജക്ട് ചെയ്ത്. കൊറിയൻ നമുക്കൊന്നും വാർക്കാൻ വയ്യ. അതാണ് കോമഡി, ഒരിക്കലും ഒരു സോളോ പെർഫോമൻസ് അല്ല. അതിന്റെ ഒരു റിതം ഉണ്ട്. ആൻഡ് ആ റിതം സീൻ ചെയ്യുന്ന എല്ലാവരുടെയും എനർജിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ആവേശം ഞാൻ ഒറ്റ സ്റ്റാൻഡ് എടുത്തുള്ളൂ, ബിക്കോസ് ഐ വാസ് ഓൾസോ വൺ ഓഫ് ദ ഡിസിഷൻ മേക്കേഴ്സ്. ഇത് ഞാൻ മലയാളം മാത്രമേ തിയേറ്ററിൽ വരുള്ളൂ. ഒരു സെന്റിമെന്റ്സ് ഒക്കെ വന്നൊരു സീനിൽ ഇരിക്കഴിഞ്ഞാൽ അടുത്ത് കൗണ്ടർ വരും, മറ്റാളത് ബ്രേക്ക് ചെയ്യും, മറ്റേ ക്യാരക്ടർ. അപ്പൊ അത് എനിക്ക് ഭയങ്കര ചലഞ്ചാണ്. എനിക്ക് എന്ത് എഴുതിയാലും പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് വേറെ ഇത് സെന്റിമെന്റ് സീൻ മാറിയിട്ട് അത് വേറെ കോമഡി സീനായി പോകും. I grew up on his sets, just sets, and it was a different vibe for me. It was very similar to the vibe we had on our set. എന്റെ ലൈഫിൽ എല്ലാ മാജിക്കും ഉണ്ടായിരിക്കുന്നത് ഇവിടെയാണ്. അപ്പം എനിക്ക് ഇനിയും എന്തെങ്കിലും രീതിയിൽ ഒരു മാറ്റം ഉണ്ടായാൽ തന്നെ അതിവിടെ ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ കേരളത്തിന്റെ പുറത്തുപോയി ഒരു സിനിമ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓടും കുതിര ചാടും കുതിര ഓണം റിലീസായി എത്തുന്നു. സിനിമയുടെ അണിയപ്രവർത്തകരായിട്ടുള്ള സംവിധായകൻ അൽത്താഫ്, ഫഹദ്, കല്യാണി, വിനീത് ഫോർട്ട്. അൽത്താഫ് എന്താ ഇങ്ങനെ പേരിടാൻ കാരണം? ഇങ്ങനെ ഒരു പേര് നോർമലി അതൊരു കഥക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പേര് ഓടും കുതിര ചാടും കുതിര എന്ന് തന്നെയാണ്. കാരണം അത് ആ സ്റ്റോറി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. അതുകൊണ്ടാണ്. പിന്നെ അതിന് വേറെ പേരൊന്നും മാച്ച് ആവേ ഇല്ല. കുറേ ഇങ്ങനെ ആലോചിച്ചു, പക്ഷെ ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് വന്നതാണ്. അപ്പൊ പിന്നെ അതിനു വേണ്ടി വന്നതായിട്ട് തോന്നി, അങ്ങനെ അതിട്ടു. ഞാൻ ആദ്യമായിട്ടാണ് അതിനൊരു കൂട്ടത്തിൽ ഇന്റർവ്യൂ ഒറ്റയ്ക്കല്ലാതെ ഇന്റർവ്യൂ ചെയ്യുന്നത്. എന്തായാലും എല്ലാം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഫാദർ സംസാരിക്കുമ്പോഴേക്കും ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറി പോലെ കണ്ട സിനിമയുടെ കാര്യത്തിൽ സംസാരിക്കുന്ന ആളുടെ കാര്യത്തിലൊക്കെ ഉണ്ടല്ലോ. ഈ ഓടും കുതിര ചാടും കുതിര കുറച്ചൊരു ലെങ്തി ഷെഡ്യൂൾ ഉണ്ടായിരുന്നൊരു സിനിമയായിരുന്നല്ലോ. എന്താ ഇതിൻ്റെ ഒരു ടേക്ക് അവേ ആയിട്ട് എന്താണ് ഈ സിനിമയെക്കുറിച്ച് ഇതിലെ ഒരു അഭിനയിച്ച കാലമടക്കം പറയാം? ഈ ഫോമാറ്റിലൊരു സിനിമ ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ, ഈ ഫോമാറ്റിലുള്ള സിനിമകൾ തന്നെ ഇപ്പം ഞണ്ടുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അപ്പം ചർച്ച ചെയ്യുന്ന വിഷയവും അത് ചർച്ച ചെയ്യുന്ന രീതിയും, അപ്പോൾ ആ സ്വഭാവത്തിലുള്ള സിനിമകൾ ഞാൻ അധികം കണ്ടിട്ടില്ല. ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ആ ഫ്രഷ്നെസ് ആണ് എനിക്ക് തോന്നിയത്. അപൂർവമായി കേൾക്കുന്ന ഒരു കഥ, അല്ലെങ്കിൽ അപൂർവമായി ഒരാളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, അപ്പം അതിൻ്റെ ഒരു വാക്യൂനെസ് ഭയങ്കര, പ്രത്യേകിച്ച് അൽത്താഫ് അത് ഹ്യൂമറസ് ആയിട്ടും കൂടെ പറയുമ്പോൾ ഞാൻ ചെയ്യാത്തൊരു പരിപാടി, ഞാൻ എക്സ്പ്ലോർ ചെയ്യാത്തൊരു മേഖല. അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഓക്കെതാണ്. കല്യാണി, ശരിക്കും നിങ്ങൾക്ക് നമ്മൾ നോക്കുമ്പോൾ ഫാസിൽ പ്രിയദർശൻ എന്ന് പറയുന്നത്, ഫാസിൽ പ്രിയദർശൻ സിബി മലയിൽ എന്നൊക്കെ പറഞ്ഞൊരു ക്യാമ്പ് പോലെ കണക്റ്റഡ് ആയ ആളുകളായിരുന്നു. അപ്പോൾ അതിനെ ശരിക്ക് ആദ്യമായിട്ട് കാണുന്നത് എപ്പോഴാണ്? ആദ്യമായിട്ട് കാണുന്നത് ആക്ച്വലി സെറ്റിലായിരുന്നു, ലൊക്കേഷനിലായിരുന്നു. ഈ പടത്തിന്റെ ഈ പടത്തിന്റെ ലൊക്കേഷനിലായിരുന്നു.
and I think അല്ല പണ്ട് ഹരികൃഷ്ണൻസിന്റെ ഷൂട്ടില് you claim this. അപ്പൊ അന്ന് എനിക്ക് കല്യാണം എനിക്ക് ഓർമ്മയില്ല. അന്ന് എനിക്ക് ഇതിന്റെ ഓർമ്മയില്ല. അല്ല അന്ന് ഐ തിങ്ക് പക്ഷെ ഫംഗ്ഷനും ഞാൻ അല്ലാതെ അല്ല മായ- I think മായ മായായിരിക്കും. ഫംഗ്ഷനുകളിലൊക്കെ അങ്ങനെ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല അല്ലേ? കണ്ടിട്ട് പോലില്ല. ഇല്ല. Not at all. And പക്ഷെ കണ്ട ഒരു ഫസ്റ്റ് 30 സെക്കൻഡ്സിൽ തന്നെ we were vibing. അതെ. എന്താ ഈ ഓടുംകുതിര ചാടുംകുതിര എന്തായിരുന്നു പടം? എന്തായിരുന്നു പടം എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി രണ്ട് പടമാണ് ആക്ച്വലി മാറിപ്പോവാന്നുള്ള കഥ മാറി പറയരുത്. അതിന്റെ വേണമെങ്കിൽ ഇതൊരു ഹൊറർ സൂപ്പർ Director നാച്ചുറൽ നോക്കിയാ മതി. ത്രില്ലറാണ്. അല്ല സോ ബേസിക്കലി ഈ സിനിമയുടെ ഇതൊരു ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടൊരു ലോകമാണ്. പക്ഷെ ഈ സിനിമയ്ക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ കണ്ടെത്തി. പറയട്ടെ, ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ഒരുമിച്ച് പറയാം. ബേസിക്കലി ഇതൊരു കൊറിയൻ റോം കോം സ്റ്റോറി, സാറ്റാറിക്കൽ ആയിട്ടൊരു ആരായിരുന്നു വുഡി ആലൻ വെസ് ആൻഡേഴ്സൺ സ്റ്റൈലിൽ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് ഈ സിനിമ അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. വുഡിയാലിന്റെ ഹാർഡ് കോർ ഫാനും ആണ് വെസ് ആൻഡേഴ്സൺ. വുഡിയാലൻ അങ്ങനെ പുള്ളി പറഞ്ഞു കേട്ടിട്ടില്ല, പക്ഷെ ആൻഡേഴ്സന്റെ പേര് എപ്പോഴും പറയും. ഞാനും വുഡിയാലൻ ഭയങ്കര ഫാനാണ്. അപ്പൊ അത് സോറി ബേസിക്കലി മൈ ടേക്ക് അവേ ഫോർ ദിസ്. ഇതാണ് ഈ സിനിമയുടെ ഡിസ്ക്രിപ്ഷൻ. യെസ് വിനയ് ഫോർട്ട് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഓടുംകുതിര ചാടുംകുതിര എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ സ്കെയിലിൽ ഒരു കമേഴ്ഷ്യൽ സിനിമ ചെയ്യുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഓണം പോലത്തെ ഒരു സീസണൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന, ഫുൾ ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ട് പൊളിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഈ ഞണ്ടുകളുടെ നോക്കിയാൽ നമുക്കറിയാം അതൊരു ബെഡ്റൂമിനകത്ത് അല്ലെങ്കിൽ വീട്ടിനകത്ത് അല്ലെങ്കിൽ കിച്ചണിനകത്ത് അല്ലെങ്കിൽ ഈ കുറച്ചുകൂടി ഒരു പ്രൈവറ്റ് സ്പേസിലിരുന്ന് കഥ പറഞ്ഞ് ഗ്രാജുവലി പോകെ അവരുടെ ലൈഫിന്റെ പല മൊമെന്റ്സ് ഒക്കെ വന്നിട്ട് ഭയങ്കര അതിന്റെ നുവാൻസ് ഒക്കെ എടുത്ത് അങ്ങനെ വളരെ സൂക്ഷ്മതയോടെ കൊണ്ടുപോയൊരു സിനിമയായിരുന്നു. പക്ഷെ അതിൻ്റെ രണ്ട് ഡ്രാമയിലൊരു ഫീൽ ഗുഡ് സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഇതിന്റെ ട്രെയിലർ കാണുമ്പോൾ നമ്മളൊരു ബോളിവുഡിലേക്ക് ഒരു ലാർജ് സ്കെയിൽ റോം കോം പോലെ ശരിക്ക് ഷാനിന്റെ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാലും ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് പ്ലേസ് ചെയ്യുന്ന പോലെയൊക്കെയാണ് എന്നത്. എന്താണ് ഇതിന്റെ ഒരു ടോട്ടൽ സ്ട്രക്ചറിൽ ഇപ്പം വുഡിയാലിന്റെയും വെസ് ആൻഡേഴ്സന്റെയും പേര് പറഞ്ഞപ്പോൾ ഇതൊരു മിക്സ്ചറായിട്ട് ശരിക്കും അങ്ങനെ കറക്റ്റ് പറയാനും പറ്റില്ല. ഞാൻ കുറച്ച് ഇതിലൊന്നും ബന്ധമില്ലാത്തൊരു ഡയറക്ടർ ജെയ്സൺ റെയ്റ്റ്മാൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു പരിപാടിയാണ് ആക്ച്വലി ഇതിന്റെ കളേഴ്സിന് പിടിച്ചേക്കണത്. പുള്ളിയുടെ ഒരു ജോർജ് ക്ലൂണിയുടെ പടമൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു പരിപാടിയിലാണ് ബേസിക്കലി മീറ്റർ പിടിച്ചാണത്. അകത്തെ ക്യാരക്ടേഴ്സിന്റെ സ്വഭാവമൊക്കെ ബാക്ക് ടു വുഡി അലൻ ഇതിലോട്ട് വരും. അപ്പം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞണ്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഗട്ട്സ് ആയിരുന്നു അങ്ങനത്തെ പടം ചെയ്യാൻ. എനിക്ക് അങ്ങനത്തെ ടെൻഷനൊന്നും ഇല്ല. ഇത് ഇങ്ങനത്തെ ഒരു പടമാണ്, അടുത്ത പടം ഇല്ലല്ലോ, ഓക്കെ പുല്ല് എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ ആ പടം ചെയ്തത്. ഇന്നാണ് ഞാൻ ചിലപ്പോൾ അറ്റംപ്റ്റ് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. ഇത് എനിക്ക് ടോട്ടലി അങ്ങനെ ചെയ്യണമായിരുന്നു. എനിക്ക് കുറച്ചുകൂടി കൊമേഴ്ഷ്യൽ വേറെ രീതി ഒരു കഥ തന്നെ വീണ്ടും അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ടെക്നിക്കൽ സാധനം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് ഭയങ്കര ബോറിംഗ് ആണ്. അപ്പോൾ അത് കാരണം ഇത് ഇങ്ങനത്തെ കഥ വന്നപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ള രീതിയിലൊരു കൊമേഴ്ഷ്യൽ എനിക്കറിയാവുന്ന ഒരു പരിപാടി അത് പ്രോപ്പറായിട്ട് വേറെ ടെക്നിക്കലി വേറെ രീതിയിൽ ചെയ്യണം എന്നുള്ളൊരു ഡിസൈൻ തന്നെ നേരത്തെ ഉണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. ഇത് വിജയകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പൊ ഈ നമ്മളിപ്പം ചാപ്പാക്കുരിശ് മുതലുള്ള പടം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഫാസിലിന്റെ ക്യാരക്ടർ ആർക്കിൽ നിന്നൊക്കെ പെട്ടെന്ന് മാറി തോന്നിയ സാധനമായിരുന്നു ഐമന സിദ്ധാർത്ഥൻ. അതുപോലെ കാർബണിലെ സിബി കുറച്ചുകൂടി ഒരു ഓവർ ദ ടോപ്പ് പ്ലേസ് ചെയ്തു. ഇപ്പൊ ഇതിൽ തന്നെ ആ ട്രെയിലറിൽ പെട്ടെന്ന് സ്റ്റെയർ കേസിന്റെ അടുത്ത് വന്നിട്ടുള്ള ക്യാരക്ടറിന്റെ ഇത് വരുന്ന മൊമെന്റ് മുതൽ ആളുകൾക്ക് ആ ആർക്ക് പിടികിട്ടുന്ന പോലെയാണ്. ശരിക്കും അങ്ങനെ ഒരു ഓവർ ദ ടോപ്പ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതിലൊരു റിസ്കി ഗെയിം ഉണ്ടല്ലോ. ഉണ്ട്. ഇപ്പം ഞാൻ പ്രകാശനായാലും കാബണായാലും ഐമനം സിദ്ധാർത്ഥൻ ഇന്ത്യൻ പ്രണയതായാലും ഞാൻ മാത്രമാണ് ഓൾമോസ്റ്റ് ഓവർ ദ ടോപ്പ്. ഇതിലങ്ങനെ അല്ല. ഇതിന്റെ സെറ്റിംഗ് തന്നെ ഓവർ ദ ടോപ്പാണ്. അപ്പം ഒരു സീനിൽ ഇന്ററാക്ട് ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സിന്റെയും ഒരു റിയാക്ഷൻ ലെവൽ കുറച്ച് എക്സാജറേറ്റഡ് ആയിട്ടാണ്. പക്ഷെ അത് ഹ്യൂമറിന് വേണ്ടിയാണ് അങ്ങനെ ഒരു അറ്റംപ്റ്റ് പിടിച്ചിരിക്കുന്നത്. അത് വളരെ ന്യൂ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതുപോലൊരു ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഐമൻ സിദ്ധാർത്ഥിനേക്കാളും സിബിയെക്കാളൊക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആണ് ഈ
എബി എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ. അപ്പം അതിൻ്റെ ഒരു ഫ്രഷ്നെസ് എനിക്ക് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ. ഇപ്പം ആവേശത്തിൽ രംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് അത് സിനിമയ്ക്ക് പുറത്തേക്ക് ഗ്രോ ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സിനിമ കാണാത്തവരോ അല്ലെങ്കിൽ സിനിമയുടെ ഏതെങ്കിലും ഒരു പോർഷൻ കണ്ടപ്പോൾ അതിൽ പിന്നെ പുറത്തേക്ക് വളർന്നൊരു സംഗതിയാണ്. ഇതും ഒരു ഹെവി ഫെസ്റ്റിവൽ റിലീസായിട്ട് വരുന്നത്, ഓണം പോലൊരു സംഗതിയാണ്. കേരളത്തിന് പുറത്തേക്ക് ഉറപ്പായും ഈ സിനിമ ആ രീതിയിലായിരിക്കുമല്ലോ വാച്ച് ചെയ്യുക. ഇപ്പോൾ ഓടുംകുതിര വരുന്ന സമയത്ത് ഇപ്പം രംഗയിൽ നിന്ന് വേറൊരു വലിയ സൈസിലുള്ള എന്നാൽ പറയുന്ന ഒരു മറ്റൊരു സ്കെയിൽ പടം വരുന്നു എന്നുള്ളത്. ഈ രംഗ ആക്ച്വലി ഒരു യൂഷ്വൽ സിറ്റുവേഷനിൽ വന്ന ഒരാളാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർ ഒരു കോളേജിൽ പഠിക്കാൻ പോയ 3 പിള്ളേർ, അവർ അവിടെ സീനിയേഴ്സിനെ നിന്ന് റാഗ് ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഇൻസൾട്ട് താങ്ങാൻ വയ്യാതെ റിയാക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഗുണ്ടയുടെ ആവശ്യം വേണം അവർക്ക്. അങ്ങനെ ഒരു ഗുണ്ടയെ തപ്പിയെടുക്കുന്നു. അപ്പോൾ ഇത് വളരെ ഒരു നോർമൽ സിറ്റുവേഷനാണ്. ഒരുപാട് പിള്ളേർ ഇവിടെ നിന്ന് പഠിക്കാൻ പോയി റാഗ് ചെയ്യപ്പെട്ടു. അതിന് പകരം വിടാൻ വേണ്ടി ഇവിടുന്ന് ചേട്ടന്മാരെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ വളരെ യൂഷ്വലായ ഒരു സിറ്റുവേഷനിൽ ഒരു മലയാളിക്ക് പരിചയമുള്ളൊരു സിറ്റുവേഷനിൽ ഒട്ടും പരിചയമില്ലാത്ത ഒരാൾ വരുന്നതാണ് ആവേശത്തിൽ രംഗ വരുന്നെന്ന് പറയുന്നത്. ഇതങ്ങനെയല്ല. ഇത് ആക്ച്വലി ഒട്ടും പരിചയമില്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് പരിചയമുള്ള ആൾക്കാർ വരുന്ന പോലെ ആയിരിക്കും. ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ എല്ലാ ക്യാരക്ടേഴ്സിനെയും ആൾക്കാർക്ക് മനസ്സിലാവും. എല്ലാവരുടെയും ഡ്രൈവും എല്ലാവരുടെയും തോട്ട് പ്രോസസ്സും എല്ലാം മനസ്സിലാവും. ഇവർ ലാൻഡ് ചെയ്ത സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്നതാണ്. ഇപ്പം 2 സെറ്റിങ്ങും വേറെയാണ്, 2 രീതിയാണ് നമ്മുടെ അപ്രോച്ചും. ഈ അപ്രോച്ച് മാറുമ്പോൾ തന്നെ പെർഫോമൻസും എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് മാറും. എനിക്കിത് 2 വ്യത്യസ്തമായ അല്ലെങ്കിൽ ടോട്ടലി ഡിഫറെൻറ്റ് 2 ഫിലിംസ് എന്ന് തോന്നിച്ചിട്ട് തന്നെയാണ് എനിക്ക് അതിനുള്ള അപ്രോച്ചും പടവും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം പാച്ചു അത്ഭുത വിളക്കിൽ ഒരു നമ്മൾ അതിലേക്ക് ഇന്നാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സീക്വൻസ് നിങ്ങൾക്കിടയിലുള്ളൊരു ഫണ്ണാണ്. മറ്റൊരു ബോസ് മറ്റേ തൊഴിലാളി എലമെന്റ് ഉള്ള ഒരു സാധനമാണ്. അത് ഭയങ്കര രസമുള്ളൊരു ഏരിയ ആയിരുന്നു. ആക്ച്വലി ഏറ്റവും എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. ഇപ്പം അതിനുശേഷമാണ് സ്ട്രെയിറ്റ് ഫാദിനെ വെച്ചിട്ടുള്ള ഒരു ഡയറക്ടോറിയൽ ഇത് വരുന്നത്. ഇത് ഏതെങ്കിലും തരത്തിലൊരു റാപ്പോ അല്ലെങ്കിൽ ഒരു കംഫർട്ട്, ഒരു ഡയറക്ടർ ആക്ടർ കംഫർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ആയി മാറും. ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ബിഫോർ ഞാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ആക്ടേഴ്സിന് ഈ പറയുന്ന പോലെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഗെറ്റ് ടു നോ ഹിം ഓർ ഹർ എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. അത് അപ്പം നമുക്ക് അറിയാൻ പറ്റും നമുക്ക് എന്തൊക്കെയാണ് ഇവരുടെ എങ്ങനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ റിസൾട്ട്സ് കിട്ടും എന്നുള്ളൊരു, അത് ആസ് എ ഡയറക്ടർ അത് വേണം. കാരണം എപ്പോഴും നമ്മുടെ മൂടുന്ന ഒന്നും അല്ലായിരിക്കും. മീൻസ് ആസ് എൻ ആക്ടർ വരുമ്പോൾ പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഒരാളെ എങ്ങനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ മീൻസ് അയാൾക്ക് എന്തായിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ ഇഷ്ടക്കേട് എങ്ങനെ ഡീൽ ചെയ്യണം. ടാൻഡ്രം അല്ല, ബേസിക്കലി ആ ഒരു സോണിലോട്ട് കയറണം. നമുക്ക് അങ്ങോട്ടും പരസ്പരം ഈസിലി കോൺവെർസേഷൻ ഈസിലി നടക്കണമെങ്കിൽ കുറച്ച് പേഴ്സണലി നമ്മൾ കുറച്ച് അടുത്താലേ അത് നടക്കുള്ളൂ. അപ്പം അങ്ങനെ ആ പാച്ചു അത്ഭുതങ്ങൾക്കും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ കാര്യത്തിൽ വരുമ്പോഴേ പൊതുവെ ഇപ്പം ഓരോ ആക്ടർ ഇപ്പം ഇവരുടെ എല്ലാം മുൻ സിനിമകളുണ്ടല്ലോ. അപ്പൊ അതിലൊരു നമ്പർ ഓഫ് ഫിലിംസ് ഉണ്ടല്ലോ. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ സമയത്ത് ഇതൊരു പ്രകാശന്റെ ഷെയ്ഡാണ് അല്ലെങ്കിൽ സിദ്ധാർത്ഥന്റെ ഷെയ്ഡാണെന്നൊക്കെ നമുക്ക് ചില സിനിമകൾ കണക്ട് ചെയ്ത് പറയാമല്ലോ. നോർമലി നമ്മുടെ ട്രെയിലർ അടക്കം സാധനം ഒരു ഡിസ്കഷൻ പോലും ജനറേറ്റ് ചെയ്യാം. ഇതിലൊരു പിടികൊടുക്കായികയുണ്ടല്ലോ. അല്ലല്ല, അതുകൊണ്ടല്ലോ ഞാൻ ഈ ആക്ടേഴ്സ് നേരത്തെ ഒരുപാട് ക്യാരക്ടർ ചെയ്തുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു റെഫറൻസോ ഏതെങ്കിലും ഒരു ടോണിലോ ഒക്കെ തോന്നാലോ. നിങ്ങൾ ഫ്രഷ് ആയിട്ട് എങ്ങനെയാണ് മാറ്റിയെടുത്തതെന്നാണ് ചോദിച്ചത്. അല്ല, ഫ്രഷ് ആയിട്ട് ഞാൻ അങ്ങനെ മാറ്റത്തില്ല. ഞാൻ എൻ്റെ കഥാപരമായിട്ട് കഥാപാത്രത്തിനുള്ള ട്രേറ്റ്സും പരിപാടികളും പറഞ്ഞു കൊടുക്കും. പിന്നെ ഷാനു ഒക്കെ ഭയങ്കര കോൺഷ്യസ് ആണ്. നേരത്തെ ചെയ്തതിൻ്റെ ഷെയ്ഡ്സ് ഒന്നും വരരുതെന്ന് ബോധപൂർവം ഷാനുവിന് ഉണ്ട്. അപ്പം ഷാനു അത് ചില സമയത്തൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇത് പ്രകാശിൻ്റെ ഒരു ഇത് അടിക്കണം, നമുക്ക് റീടേക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം അത് ഷാനുവും ബാക്കി എനിക്ക് തോന്നുന്നു ഷാനുവും ബോധപൂർവം അത് നോക്കണ്ടെന്ന് തോന്നുന്നു. അത് ഇതിൽ കണക്ട് ചെയ്ത് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നിയത് ഈ ആക്ടറുടെ മെമ്മറി ഉണ്ടല്ലോ. ഇപ്പോൾ ഈ സിനിമയിലെ ക്യാരക്ടറിനെ കുറിച്ചാണ് ബ്രീഫ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു പെർഫോമൻസിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ചെറിയൊരു പ്രകാശന്റെ അംശം വന്നേക്കാം, അല്ലെങ്കിൽ ഇതിൽ സിബിയുടെ വന്നേക്കാം, ജോജിയുടെ വന്നേക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സിന്റെ മെമ്മറിയോ ട്രേഡ്സോ നമ്മളിലേക്ക് തിരിച്ചു കയറി വരണം, വീണ്ടും തീരണം. എന്നാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ തലയ്ക്കകത്തുള്ള ആ ക്യാരക്ടറിനെ നിർത്തും വേണമല്ലോ. അപ്പൊ ഒരു
മൾട്ടി ലെയേർഡ് പ്രോസസ് ആണല്ലോ ഇത്. അതിലൊരു മെമ്മറി, നമ്മൾ വിഷ്വൽ മെമ്മറി എന്നോ ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്നൊക്കെ പറഞ്ഞാൽ ഈ മെമ്മറി ആവശ്യമാണല്ലോ. ഇത് എന്താണ് ആ ഒരു പ്ലാൻ എന്താ ശരിക്കും? അതെങ്ങനെയാണ്? ഇപ്പൊ ഞാൻ പറയുന്നത് ഇത് കാണുന്നവർക്ക് ചിലപ്പോൾ പിടികിട്ടുമായിരിക്കുമല്ലോ, കാണുന്നവർക്ക് ഇതിൽ ഈ ചെറിയ ഇപ്പം അത് കാണുന്നവർക്കേ പിടികിട്ടുള്ളൂ മനീഷ്. അതിന്റെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ എൻ്റെ പ്രോസസ്സ് ഇന്റേണൽ ആണ് ഭയങ്കര. അത് എങ്ങനെ അത് പറഞ്ഞ് എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എനിക്ക് ലൈൻസ് പറയാൻ പറ്റണം, ഒരു തടസ്സമില്ലാതെ ലൈൻസ് പറയാൻ പറ്റണം. പക്ഷെ അതല്ല എനിക്ക് പെർഫോമൻസ്. ലൈൻസ് പഠിക്കുന്നതോ ഡെലിവറി ഒന്നും അല്ല എനിക്ക് പെർഫോമൻസ്. അപ്പം എനിക്ക് ലൈൻസ് അറിഞ്ഞാലേ എൻ്റെ പെർഫോമൻസ് എനിക്ക് വരുള്ളൂ. ഈ പടം എന്നല്ല, ഏത് പടമായാലും എൻ്റെ ബോഡിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് എന്നെക്കാളും നന്നായിട്ട് എന്നെ കാണുന്നവർക്കറിയാം. അപ്പോൾ നാച്ചുറലി ഞാൻ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്ത് നോക്കിയാലും എൻ്റെ ബോഡിക്ക് ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ. അപ്പം ഡെഫിനറ്റ്ലി റിമൈൻഡഡ് ആകാൻ ഭയങ്കര ചാൻസസ് കൂടുതലാണ്. ഞാൻ റിമൈൻഡഡ് ആയില്ലെന്ന് പറഞ്ഞാൽ വെസ്റ്റിലുള്ള ആക്ടേഴ്സിൻ്റെ ഒക്കെ പേര് പറയേണ്ടി വരും. അതല്ലാതെ ഹ്യൂമൻലി ഇമ്പോസിബിൾ ആണ്. അതും ക്ലാസിക്കും കൾട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഏത് ആക്ടർ ആയാലും അയാളുടെ ബോഡി ലാംഗ്വേജ് ഏതെങ്കിലും ഒരു മുമ്പത്തെ ക്യാരക്ടറിനെ റിമൈൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് എനിക്കിത് പെട്ടെന്ന് ഭയങ്കര കോൺഷ്യസ് ആണ്. ഞാനിങ്ങനെ കാണുന്നവരോടെല്ലാം ചോദിക്കും, അൽത്താഫിനോടും ഒക്കെ ചോദിക്കും, ഇത് റിപ്പീറ്റീവ് ആകുന്നുണ്ടോ, നേരത്തെ കണ്ടപോലെ തോന്നുന്നുണ്ടോ. അതിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ എനിക്ക് ഒരിക്കലും അത് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എത്ര നാൾ ഇനി സിനിമ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഈ സിനിമ ചെയ്യുന്നിടത്തോളം കാലം എനിക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അത് പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് മാത്രമേ ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എന്തെങ്കിലും അൽത്താഫ് അഭിനയിക്കുമ്പോൾ അൽത്താഫിനെക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് അൽത്താഫിനെ റീഡ് ചെയ്യാൻ പറ്റും. ഒരു ആക്ടറിന് അയാളെ റീഡ് ചെയ്യുന്നതിനേക്കാളും ഓപ്പോസിറ്റ് ആക്ടറിനെയാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ കാര്യത്തിലെ കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അതാണ് എൻ്റെ പുള്ളി ഏറ്റവും കൂടുതൽ ട്രബിൾ ചെയ്തത്. അതാണ് ഈ പറഞ്ഞ പുള്ളിക്ക് 3 ടേക്കേ ഇഷ്ടമുള്ളൂ. ഞാനിങ്ങനെ ഒന്നുകൂടെ നോക്കാം, വേണ്ടെന്നേ റോഷനോട് ചൂടായി, വേണ്ടെന്നേ ഞാൻ 3ാമത്തെ ടേക്കേ വെക്കൂ, വെക്കാനിവിടെ എടുത്തു വെച്ച് കഴിഞ്ഞു. പിന്നെ അവസാനമൊക്കെ ആയപ്പോ ഇങ്ങനെ എനിക്ക് വേണ്ടത് കിട്ടി, വേണമെങ്കിൽ ഒന്നുകൂടെ ചെയ്തോ എന്നുള്ള. ഇപ്പൊ നമ്മള് തിയേറ്ററിൽ എത്തുമ്പോഴാണ് ഇതിന്റെ ഒരു ഫുൾ ട്രെയിലറാണ് ആളുകൾക്ക് പിടികിട്ടിയേക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ സിബിയുടെ ക്യാരക്ടർ എടുത്തു പറഞ്ഞോളൂ. സിബിയുടെ ശരിക്കും ഈ പറയുന്ന ലൈഫിനെ കണക്ട് ഡയലോഗ് വരുന്ന സമയത്ത് അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആ ചിരിയിലാണ് ആളുകൾ അതിലേക്ക് കയറി പറ്റുന്നത്, ഈ ക്യാരക്ടറിനെ പിടികിട്ടുന്നത്. ഇപ്പൊ അതെപ്പോഴും ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഒരു പെർഫോമൻസിലൂടെ അതിന്റെ ഒരു സിഗ്നേച്ചർ സെറ്റ് ചെയ്ത് വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇപ്പൊ ഒരു പുതിയ ഡയറക്ടർ, ഇപ്പം അൽത്താഫായിട്ട് ആദ്യത്തെ തവണയാണല്ലോ, പുതിയ ഡയറക്ടർ വരുമ്പോൾ ഒരു കഥ കേട്ട് അല്ലെങ്കിൽ അതിന്റെ ഫുൾ സ്ക്രിപ്റ്റ് ഒക്കെ ആയി നരേഷനൊക്കെ കഴിഞ്ഞ് ഷൂട്ടൊക്കെ എത്തുന്ന സമയത്തേക്ക് എവിടെയാണ് ഒരു ക്യാരക്ടറിനൊക്കെ അങ്ങനെ ക്രാക്ക് ചെയ്ത് കിട്ടുന്നത്? ഇപ്പൊ ഈ പറഞ്ഞ ഈ ക്യാരക്ടർ എത്തി, ഇത് നമ്മുടെ കയ്യിൽ കംഫർട്ടബിൾ ആണ്. ഇതൊരു എനിക്ക് കുറച്ചൊരു ലെങ്തി സ്കെഡ്യൂളൊക്കെ ഉള്ള ഒരു പടം കൂടിയായിരുന്നല്ലോ. അതൊരു പ്രോസസ്സാണ്. ഈ നമ്മൾ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത് ഒരു പക്ഷെ നിങ്ങൾ കാണുന്ന സിബിയുടെ പോർഷൻസ് അല്ല, അതല്ലാത്തൊരു പോർഷൻ ഉണ്ട് പടത്തിൽ. അപ്പൊ ആ പോർഷനാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പം എനിക്ക് ആ ഗ്രാജുവൽ പ്രോസസ്സിനൊരു എന്തായാലും ഒരു 5-10 days എടുക്കും അതിലേക്കൊന്ന് എത്തിപ്പെടാൻ. പിന്നെ നമ്മുടെ മീറ്റർ നമ്മൾ കൂടുതലും ഡിസൈഡ് ചെയ്യുന്ന കൂടുതലുള്ള ആക്ടേഴ്സിനെയൊക്കെ വെച്ചിട്ടാണ്. ഓരോരുത്തർ പെർഫോം ചെയ്യുന്ന എങ്ങനെയെന്നും അത് ഡയറക്ടർ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നൊക്കെ നോക്കിയിട്ടാണ് എൻ്റെ ഒരു മീറ്ററിലേക്ക് ഞാൻ എത്തിപ്പെടുക. അതെപ്പോഴും ജഡ്ജ് ചെയ്യുന്നത് ഡയറക്ടർ തന്നെ ആയിരിക്കും. അത് നമ്മൾ എപ്പോഴെങ്കിലും ഓഫായാലും അവരൊന്ന് പറയുകയും ചെയ്യും, ഒന്ന് താത്തി ചെയ്യും, അല്ലെങ്കിൽ ഒന്നും കൂടെ കുറച്ചുകൂടെ ഒക്കെ ചെയ്യും. അപ്പൊ അത് എൻ്റെ കാര്യത്തിൽ എപ്പോഴും ഞാൻ ഡയറക്ടറിനെയാണ് റിലൈ ചെയ്യുന്നത് അങ്ങനെ ഒരു പരിപാടി. ഈ കല്യാണി റോംകോം എന്നുള്ള ഇൻട്രോ ഇട്ടോണ്ട് വെക്കുന്നതാണ്. റോംകോമിലെ കൊറിയൻ ഇപ്പൊ ഈ സറ്റയറും കോമഡി വരുന്ന സമയത്ത് പൊതുവെ ആക്ടർ ഭയങ്കര കോൺഷ്യസ് ആവുമെന്ന് അറിയാം. പെർഫോം ചെയ്യാനല്ല, അത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മീറ്റർ ഇത് തിയേറ്ററിൽ എങ്ങനെ വർക്കാവും എന്നുള്ള മറ്റതിനേക്കാൾ കോൺഷ്യസ് ആവുമെന്ന് അറിയാം. ഇപ്പം ഇങ്ങനൊരു സിനിമ നേരത്തെ ഇപ്പം ഇവരെല്ലാം പറഞ്ഞ പോലെ നേരത്തെ ഇങ്ങനൊരു ജോണർ സിനിമ ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. എന്തായിരുന്നു ഒരു പെർഫോമൻസ് വൈസ് ഒരു കോൺഫിഡൻസ് എന്താ ഈ പടത്തിന്റെ കാര്യത്തില്? അച്ഛനോടാണ് സംസാരിച്ചത്. ടെക്സ്റ്റ് ബുക്ക് വീട്ടിലിരിപ്പുണ്ടെന്ന്. അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, കോമഡി ഒരിക്കലും ഒരു സോളോ പെർഫോമൻസ് അല്ല, അത് അതിൻ്റെ ഒരു റിതം ഉണ്ട്. ആൻഡ് ആ റിതം സീൻ ചെയ്യുന്ന എല്ലാവരുടെയും എനർജിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ടെക്നിക്കലി ടൈമിങ്, കോമിക് ടൈമിംഗ് എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് കെമിസ്ട്രി ആണ്. എല്ലാ സിനിമയ്ക്കും ഒരു മീറ്റർ ഉണ്ട്. ആൻഡ് ആ മീറ്റർ
ഡയറക്ടറെയും ആ സിനിമയുടെ ഡയറക്ടർ വിഷനെയും ആ സിനിമയുടെ ജോണറേയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ അച്ഛന്റെ മെയിൻ അഡ്വൈസ് ഇതായിരുന്നു, കോമഡി ചെയ്യുമ്പോൾ ഈ സിനിമയ്ക്ക് കുറച്ച് ഓവർ ദ ടോപ്പ് ആയി ചെയ്യാനാണ് അച്ഛൻ പറഞ്ഞത്. And I remember I was asking him also, I was like, when people troll this, they say it's overacting, and he was like, അല്ല ഈ സിനിമയുടെ മീറ്റർ, ഈ സിനിമ മനസ്സിലാവാത്തവർക്ക് ചിലപ്പോൾ അത് തോന്നാം, പക്ഷേ if you want to stay true to this film and this genre, അങ്ങനെയാണ് ഈ സ്പേസിൽ സട്ടിലായിട്ട് ചെയ്യുന്നത് വർക്കാവില്ല. എന്ത് ചെയ്താലും തൃപ്തനല്ലായിരുന്നു. തൃപ്തനല്ല. ഇത്ര ഉള്ളോ നിങ്ങൾക്ക് ഇത്ര ഉള്ളോ അച്ഛനും നന്നാക്കി. ഈ പറഞ്ഞതുണ്ടല്ലോ, ഇപ്പൊ ഞാൻ ഒരു ടീം ഇപ്പൊ പറഞ്ഞ ഒരു അവിടെ ഒരു കോമ്പിനേഷൻ വർക്ക് ആവണം. അപ്പം അൽത്താഫിന്റെ ഹാപ്പിനെസ് ആ സീൻ എൻറ്റയർ സീനിന്റെ വിഷ്വൽ കൊറിയോഗ്രഫി വർക്കായി നിങ്ങൾക്ക് എഴുതിയതിനേക്കാൾ വായിച്ചതിനേക്കാൾ നെറേറ്റ് ചെയ്തതിന്റെ അതിന്റെ മേലൊരു എക്സൈറ്റ്മെന്റും ചിരിയും വരുന്നിടത്തായിരിക്കുമല്ലോ. എനിക്ക് ഫസ്റ്റ് ഫോക്കസ് ഔട്ട് ആണെങ്കിലും ചിരി ജനറേറ്റ് ചെയ്യണം. അത് ജനറേറ്റ് ചെയ്തില്ലേ പിന്നെ അതിന്റെ ഒരു കാര്യമില്ല. അതെങ്ങനെയാണ് പിടിച്ചെടുക്കുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങൾ തന്നെ പലതവണ കേട്ട സാധനം ഒരു ആക്ടറിലൂടെ പെർഫോം ചെയ്യുമ്പോൾ വീണ്ടും ചിരി വരുമോ എന്നുള്ളതാണ്. ആദ്യം ആലോചിക്കുമ്പോൾ നമുക്കൊരു ചിരി വരും, പിന്നെ എഴുതുമ്പോ ഓഫ്കോഴ്സ് അപ്പോഴും ഒരു സംഭവം തോന്നും. പിന്നെ കിട്ടുന്നത് ഇവർ പെർഫോം ചെയ്യുമ്പോഴാണ്. പെർഫോം ചെയ്യുമ്പോൾ എപ്പോഴും ചിരി വന്നമെന്നില്ല. അപ്പം ഞാൻ അപ്പം തന്നെ പേനെടുക്കും. പേനെടുത്തിട്ട് അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫൈൻ ട്യൂൺ ചെയ്തിട്ട് റീറൈറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അതിന് തലേന്നൊക്കെ ആലോചിച്ചിട്ട് ഇവരൊക്കെ ഡിസ്കസ് ചെയ്തിട്ടൊന്ന് ചിലപ്പോൾ ഇതിലോട്ട് വിടും. അത് ഇവർ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ഏത് റൂട്ടിലാണ് പോകുന്നത്. ഇപ്പം ഞാൻ ഷാനുമായിട്ട് ആദ്യമായിട്ട് വർക്ക് ചെയ്യണം, ഇവരെല്ലാവരുമായിട്ട് ആദ്യമായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് എത്രത്തോളം ഇങ്ങനെ പുഷ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മീൻസ് പേഴ്സണലി നമുക്ക് മനസ്സിലാവണം എത്രത്തോളം ടേക്ക് ആയി ഇറിറ്റേറ്റഡ് ആവും. ഞാനും ആക്ടിങ് ഒക്കെ ഇടയ്ക്കൊക്കെ ചെയ്യണ കാരണം നമുക്കറിയാലോ എത്ര ടേക്ക് എത്ര പോവാൻ പറ്റുമെന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഞാനെപ്പോഴും ബിലീവ് ചെയ്യണം ആദ്യത്തെ 3 ടേക്കിൽ എങ്ങനെയും ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സേഫാണ്, അത് നാച്ചുറലി വന്നോളും. അപ്പം അങ്ങനെ ആദ്യത്തെ ഒരു ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ഇവരുടെ ഒരു മീറ്ററൊക്കെ കിട്ടിയിട്ട് പിന്നെ എനിക്ക് ഈസിലി ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതാ നോക്കാറുള്ളൂ, ആ ലൈൻസ് ഡെലിവറി ചെയ്യുമ്പോൾ എനിക്ക് വേണ്ട സാധനം ഞാൻ ആദ്യം വിഷൻ ചെയ്ത സാധനം അത് ജനറേറ്റ് ആവണ്ടോന്നേ ഞാൻ നോക്കുള്ളൂ. വൺസ് അത് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വിടും. ചില സീനുകൾ എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം പോലും ഇല്ല, അവർ ജസ്റ്റ് ചെയ്യുമ്പോൾ പക്കയായിരിക്കും. ഷാനോട് ഇങ്ങോട്ടുള്ള റേഞ്ചൊക്കെ ഞാൻ തൊട്ടിട്ട് പോലും ഇല്ല. ഫ്രം ഗ്രേ ടു ഡാർക്കിലോട്ടുള്ളതൊന്നും അത് പുള്ളി അതിലാണ് ബോൺ ഫോർ. അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഈ ഹ്യൂമർ ലോട്ടുള്ളത് വരുമ്പോഴാണ് ഞാൻ ചെറിയ ഫൈൻ ട്യൂൺ ഇതൊക്കെ ചെയ്തിട്ടുള്ളൂ. മറ്റേത് ഞാനിരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യും. ഇതിന് മാത്രമാണ് ചെറിയ വർക്ക്സും ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ സെയിം കല്യാണിയുടെ ഡെലിവറി കല്യാണിക്ക് അറിയില്ല ഇതെങ്ങനെ ഡെലിവറി ഉണ്ടെന്ന് അറിയില്ല. കാരണം കല്യാണിയുടെ പ്രശ്നമല്ല, കല്യാണി ഇവിടെ ജനിച്ച് വളരാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അത് ഞാൻ പറയും ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വന്നോളും. അല്ലെങ്കിൽ നമ്മളും തമിഴിൽ പോയിട്ട് ഡയലോഗൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റടിക്ക് പറയാൻ ശ്രമിക്കുമല്ലോ, ഇതിലെവിടെയാണ് കുത്തും കോമ എന്നൊക്കെ ഉള്ള അതും കറക്റ്റായിട്ട് ബ്രീഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യും. ബേസിക്കലി അങ്ങനെയൊക്കെ ഒരു പ്രോസസ്സ്. അഭിനയം പഠിച്ച ആളെന്നുള്ള രീതിയിൽ ഈ പഠിപ്പിച്ചു തന്നോണ്ടിരിക്കുന്നത് ഹ്യൂമർ ഇതുപോലെ ഞാൻ ഇങ്ങനെ ഒരു പടം ഫൺ റൈഡിൽ വരുന്ന റോംകോം പടം എന്നുള്ളതിന്റെ ഇപ്പം പുറത്തുനിന്ന് കാണുന്നവർക്ക് അല്ലെങ്കിൽ തിയേറ്ററിൽ കാണുന്നവർക്ക് ഈ സീൻ എന്താ ചിരി വരാത്ത, അല്ലെങ്കിൽ ഈ സീൻ ചിരിക്കണം എന്നുള്ളതാണ്. എല്ലാ ഫുൾ സ്റ്റോപ്പും ചിരിക്കണം, തിയേറ്റർ അതിൻ്റെ ബാക്കി ചുറ്റുള്ളവർ ചിരിച്ചോന്ന് വരെ നോക്കും, നമ്മൾ ചിരിച്ചു കൂടാതെ എനിക്ക് മാത്രമാണ് ചിരി, ബാക്കിയുള്ളവർ ചിരി എന്നുള്ളത്. പക്ഷെ ഇത് പെർഫോം ചെയ്യുമ്പോൾ ഉള്ളൊരു ടാസ്ക് എന്താ, അത് നേരത്തെ ഒരു ഇന്റർവ്യൂല് കല്യാണി പറഞ്ഞൊരു പരിപാടി ഉണ്ടത്, അൽത്താഫ് ആസ് എ റൈറ്റർ, ആസ് എ ഫിലിം മേക്കർ, അല്ലെങ്കിൽ അൽത്താഫിന്റെ ഭയങ്കര അതോറിറ്റിയുള്ള ഒരു കൈൻഡ് ഓഫ് കോമഡിയാണ്. അത് അൽത്താഫിന് ഭയങ്കര ഈസിയാണ്, നമ്മളെ സംബന്ധിച്ച് അത്ര ഈസി അല്ല. ഓരോ ഫിലിം മേക്കറും കോമഡീനെ അപ്രോച്ച് ചെയ്യുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ്. അൽത്താഫിന് ഭയങ്കര വിഷനുള്ള, ഭയങ്കര സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ അറിയുന്ന, എന്ത് വേണമെന്ന് വളരെ തീർച്ചയായും മൂർച്ചയുള്ള ഒരാളാണ്. അങ്ങനെ നമ്മളെ ഇംപ്രവൈസ് ചെയ്യാൻ വിട്ടിട്ട് അങ്ങനത്തെ പരിപാടിയല്ല. അൽത്താഫ് കറക്റ്റ് സ്ഥലത്ത് കട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ അൽത്താഫിന്റെ ഒരു പ്രോസസ്സിലേക്ക് എത്താൻ ഇനീഷ്യലി കുറച്ച് ടഫാണ്. കാര്യം ഞാൻ പൊതുവേ ഇപ്പോൾ ഒരു ലൈൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലൈൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അത് പ്ലേ ഔട്ട് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി നമ്മളുടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയ. അൽത്താഫ് ആസ് എ ഫിലിം മേക്കർ, ആസ് എ റൈറ്റർ, അൽത്താഫ് ഒരു ലൈൻ എഴുതിയതിൽ ഒരു സാധനം ഉണ്ടാവും, അതിൻ്റെ റെസ്പോൺസിൽ വേറൊരു സാധനം ഉണ്ടാവും. ഈ സാധനം പ്രത്യേകം പറഞ്ഞാൽ മാത്രമേ അടുത്ത ആൾക്കാർ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എനിക്കൊരു ഹ്യൂമർ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം അതൊരു ചലഞ്ചായിരുന്നു.
പിന്നെ ഞാൻ മറ്റു പലയിടത്തും പറഞ്ഞാണ്, അതായത് എന്നെ കാസ്റ്റ് ചെയ്തതിന് ശേഷം അൽത്താഫായിട്ട് സംസാരിച്ചപ്പോൾ അൽത്താഫ് എന്നോട് ഇങ്ങനെ പഴയ സിനിമകളുടെ തമാശകളൊക്കെ ചോദിക്കുകയൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ പലതും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അൽത്താഫ് കുറച്ച് ടെൻഷനായി തോന്നുന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു വിനയുടെ ഒരു പരിപാടി ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ആലോചിച്ചിട്ട് പറയുക, പോസ് എടുത്തിട്ട് പറയുക, അതൊന്നും എന്റെ പടത്തിന് വേണ്ട കേട്ടോ. നമ്മൾ ചെയ്യാൻ പോകുന്ന വേറൊരു പരിപാടിയാണ്. നമ്മൾ അത്യാവശ്യം, അതായത് ഈ ഒരു ലൈൻ്റെ ഒബ്ജക്റ്റീവ് ഇത് തന്നെ ആയിരിക്കും, പക്ഷെ അത് കുറച്ചും കൂടെ സ്പീഡ് ഉണ്ടാവും, അതിന് കുറച്ചും കൂടെ എനർജി ഉണ്ടാവും. കാര്യം ഈ സിനിമയിൽ അൽത്താഫ് ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വേൾഡിൽ ഞങ്ങളൊക്കെ അത്യാവശ്യം ചെറിയ ക്രാക്കൊക്കെ ഉള്ള ഒരു പറ്റം മനുഷ്യരാണ്. അപ്പൊ നമ്മൾ ആ ഒരു മീറ്ററിൽ പ്ലേ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചായിരുന്നു. പിന്നെ എനിക്കൊരു ടേക്ക് അവേ ആയിരുന്നു കുറച്ചും കൂടി ഒരു കമേഴ്ഷ്യൽ സിനിമ. ഇതിപ്പോ ഈ സിനിമയിൽ ഒരുപാട് ലക്ഷറി ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഫഹദ് ലീഡ് ചെയ്യുന്ന സിനിമ, അല്ലെങ്കിൽ ഇപ്പൊ അൽത്താഫിന്റെ ഞണ്ടുകൾ കഴിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ വലിയ പ്രൊഡക്ഷൻ, ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ ചെയ്യുന്ന വേറെ ചെറിയ കുഞ്ഞു സിനിമകളിലും എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അൽത്താഫിൽ നിന്ന് പഠിക്കാൻ പറ്റി. ബേസിക്കലി പുള്ളിയുടെ സ്പോയിലർ അല്ല, ഒരു നോണയൊക്കെ പറയേ, ഈ നോണ പറയുന്ന ആളെ ആലോചിച്ച് കഴിഞ്ഞാൽ മറ്റാൾക്ക് മനസ്സിലാവും നോണയാണെന്ന്. സിനിമക്കകത്ത് അപ്പൊ ഈ സ്പോട്ടിൽ നോണ ഭയങ്കര പറയാൻ ഭയങ്കര കഴിവുള്ള ആളാണ്. അപ്പൊ അയാൾ പറയണമെങ്കിൽ അത് ഫ്ലോലെസ് ആയിരിക്കണം. ഫ്ലോലെസ് ആവണമെങ്കിൽ ആ റിതം വേണം, ടക്ക് 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 എന്ന് പോകണം. മറ്റത് ഇങ്ങനെ ആലോചിച്ചൊക്കെയാണെങ്കിൽ മറ്റാൾക്ക് കിട്ടുമല്ലോ. ഇതാണ് ബേസിക്കലി ആ രീതിയിലാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ മറ്റ് പഴയ സിനിമകളുടെ റെഫറൻസ് വന്നുകൊണ്ടാണ് ഇപ്പം നമ്മളിപ്പം ഈ ഡിജിറ്റൽ കൺസംഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെല്ലാം ഏതെങ്കിലും സിനിമയുടെ കോമഡിയോ നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ വരെ ഒരു 100 സിനിമ വരും. കല്യാണം ഇരിക്കുന്നതുകൊണ്ട് പറയുന്നതല്ല, നമ്മൾ എങ്ങനെ പോയാലും ഒരു പ്രിയദർശൻ സിനിമകളുടെ ഒരു 5-10 റെഫറൻസ് എവിടെയെങ്കിലും തട്ടിയോ തടഞ്ഞോ സംസാരിച്ചോ അല്ലെങ്കിൽ ഇതെടുത്ത് പോകും. ഇപ്പം സലീം കുമാറിൻ്റെയൊക്കെ കോമഡി കടന്നു പോകാത്ത ദിവസമില്ല എന്ന് പറഞ്ഞ പോലെ ഈ ആളുകൾക്ക് ബ്രീഫ് ചെയ്യുമ്പം ആ ഒരു മൊമെന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയോ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യോ. ഫോറസ്റ്റ് ഗംപിന്റെ ഇത് പഠിക്കാം, ഈസിയാണ് നമുക്ക്. അത് അവർ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ, ആ ഇമോഷൻ നമുക്ക് എന്താണെന്ന് അറിയാം. അപ്പൊ അത് പിടിക്കാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അതിലോട്ട് കയറാനായിട്ട് അങ്ങനത്തെ റെഫറൻസസ് പറയും. സിനിമക്ക് വേണ്ടി അങ്ങനെ ഒരു റെഫറൻസ് വിഷ്വൽ മെമ്മറിയിൽ ഇത് വളരെ ഈസി കണക്ട് ആവുന്ന അങ്ങനെ പറയാറുണ്ട്. ഇന്ന പെർഫോമൻസ് ഇന്ന പടത്തിന്റെ ആ മീറ്ററിലൊക്കെ പിടിച്ചാൽ ചിലപ്പോൾ രസമായിരിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ പറയാറുണ്ട്. ബേസിക്കലി ഞാൻ എൻ്റെ കോമഡി ജനറേറ്റ് ചെയ്യുന്നത് ലൈൻസിലാണ്. ഞാൻ ക്യാമറ വെച്ചിട്ടൊന്നും കസർത്തൊന്നും കാട്ടാനുള്ള, കട്ട്സിലും കോമഡി ഒന്നും ജനറേറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഈ ലൈൻസ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റിലാണ്. അപ്പം അത് വന്നു കഴിഞ്ഞാൽ അത് ചിരി വരും. വിഷ്വൽ കോമഡിയോ അങ്ങനത്തെ ഇതൊന്നും ഇടയ്ക്കൊക്കെ ഉള്ളൂ, പക്ഷെ മെജോറിറ്റി ലൈൻസിൽ തന്നെയാണ്. ഈ മൺസൂൺ മാംഗോസിലും മാലിക്കിലൊക്കെ കോമ്പിനേഷൻ, മാലിക്കിൽ നിങ്ങളുടെ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കോമ്പിനേഷൻ ആയിരുന്നു. ഇതിലിപ്പോൾ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ ഇതിലാണുള്ളത്. പക്ഷേ നമുക്കറിയാം എല്ലാ കാലത്തും ഈ ഹ്യൂമറിലുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് എടുത്തു പറയുന്ന സാധനമാണ്. നമ്മൾ നേരത്തെ ഈ സിനിമയുടെ ഒക്കെ റെഫറൻസ് പറയുമ്പോൾ ഒരു സാധനമാണ്. എന്ത് ഈ സിനിമയിൽ അങ്ങനെ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ് വർക്കാവുന്നത്? കോമ്പിനേഷൻ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ മാലിക്കില് നമ്മൾ കുറച്ചും കൂടെ ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ കടന്നു പോകുന്ന എല്ലാ ഇമോഷൻസിലും കൂടെ കടന്നു പോകുന്ന കഥാപാത്രങ്ങളായിരുന്നു നമ്മൾ രണ്ടുപേരുടെയും ഒരു ചെറുപ്പം മുതലുള്ള ജേർണി ഉണ്ട്. അപ്പൊ അറിഞ്ഞോ അറിയാതെയോ ഇതൊക്കെ നമ്മളെ ആസ് ആൻ ആക്ടേഴ്സ് എവിടെയോ ബാധിക്കലുണ്ട്. നമ്മൾ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നില്ല, പക്ഷെ എവിടെയൊക്കെ ഉണ്ടാവും. ഇത് ഭയങ്കര ഫൺ റൈഡ് പരിപാടിയായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ലൈഫ് ടൈമിലെ ഏറ്റവും ഡ്യൂറേഷൻ, ഏറ്റവും കൂടുതൽ മാസങ്ങൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു സിനിമയാണ്. പക്ഷെ ഈ സിനിമയുടെ ഒരു പേർപ്പസ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഗാലറിക്ക് വേണ്ടി കളിക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. നമ്മൾ മാലിക്കിലൊക്കെ ചെയ്യുമ്പോൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ ഇതിന് മുമ്പ് എന്ത് കിടന്നു, അല്ലെങ്കിൽ ഇയാൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു, അങ്ങനെ ഇയാളുടെ ബാക്ക് സ്റ്റോറി എന്തായിരിക്കും, അല്ലെങ്കിൽ ഇയാൾ എന്തുകൊണ്ട് ഈ മൊമെന്റിൽ ഇങ്ങനെ റിയാക്ട് ചെയ്യണം, വെറുതെ ആലോചിക്കും. ഇതിൽ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇതിൽ അൽത്താഫ് പറയുന്ന പോലെ നമ്മൾ പ്രോപ്പറായിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഷോട്ട് ഇൻട്രസ്റ്റിംഗ് ആണോ, അങ്ങനെയുള്ള ഒരു പരിപാടി. പിന്നെ ഇത് അതിൻ്റെ ഫുൾ കോള് അൽത്താഫിൻ്റെ അടുത്തേക്കണേ. അപ്പം അങ്ങനെ ഇതൊരു ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ സിനിമയാണ്. തിയേറ്ററിൽ ആളുകളെ ചിരിപ്പിക്കുക, ആളുകളെ എന്റർടൈൻ ചെയ്യിക്കുക എന്ന് പറഞ്ഞ ഒരു പരിപാടി. അപ്പോൾ അതിൽ എപ്പോഴും നമ്മളുടെ ഒരു ബെറ്റർ ആക്ടർ കൂടെ ഇരിക്കുന്നു, കൂടെ അവരുടെ കൂടെ ചെയ്യാന്ന് പറയാൻ നമുക്ക് ലക്ഷറിയാണ്. കാര്യം ഓട്ടോമാറ്റിക്കലി നമ്മളും നന്നാവും. ബാക്ക് ടു ഇതിലേക്ക് വന്നിട്ട് ഓണം റിലീസാണല്ലോ. ഓണം റിലീസ് പറയുമ്പോൾ എപ്പോഴും ഒരു ഓണം ഫെസ്റ്റിവൽ റിലീസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫെസ്റ്റിവൽ മത്സരം പോലെയാണല്ലോ. എന്താണ് ഈ ഓടും കുതിരയുടെ ഒരു ഫെസ്റ്റിവലിലേക്ക് എടുത്തു വെക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ്?
ഇത് പൂക്കളം പോലെ ഒരു സിനിമയാണ്. പൂക്കളം ഓണത്തിന് ഇടാൻ പറ്റുള്ളൂ. ഒരു മാൻഡേറ്റഡ് പുലികളിയുണ്ട്, ഓണത്തള്ളുണ്ട്, ഓണത്തല്ലുണ്ട്, എല്ലാം ഉണ്ട്, സദ്യ ഉണ്ട്. സദ്യയില് ചില സദ്യയിൽ ഉപ്പ് കൂടിയിട്ടുണ്ട്. അങ്ങനത്തെ പല രീതിയിലുള്ള സെലിബ്രേഷൻ ആണ് അത്. ഇപ്പൊ ഫണ്ണാണ്, നമുക്ക് അത് റിലാക്സ് ചെയ്യാൻ പറ്റും. ഒരു സിനിമയിൽ വരുന്ന പല രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകൾ വരുമല്ലോ ആ പടത്തിലെ ഡ്രാമ നിലനിർത്താൻ വേണ്ടി. ഇതിലെ കോൺഫ്ലിക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഇരുന്ന് സംസാരിച്ചാൽ തീരുന്ന കോൺഫ്ലിക്റ്റേ ഉള്ളൂ. പക്ഷെ ആരും ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. അപ്പൊ അതാണ് അതിന്റെ പറഞ്ഞ് ഇത് ആക്ച്വലി ഇത് അനുഭവിക്കേണ്ട ഒരു എക്സ്പീരിയൻസ്. തിയേറ്റർ എക്സ്പീരിയൻസ് ലൈറ്റ് ആയിട്ട് ഈസി വാച്ച് ആണ്. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഇതൊന്നുമില്ല. പിന്നെ എവിടെയോ ഈ പറയുന്ന ഒറ്റക്കിരുന്ന് കാണുമ്പോൾ എന്ന് പറയുന്ന ഒരു സിനിമയല്ല ഇത്. നമ്മള് കൂട്ടമായിട്ട് തിയേറ്ററിന്റെ ഡിസൈനിലാണ്. അപ്പൊ ഈ അതായത് പല സിനിമകളും നമ്മൾ തിയേറ്ററിൽ നിന്ന് ഒരാളെ ചിരിച്ച്, രണ്ടാളെ ചിരിച്ച്, പിന്നെ കൂട്ടച്ചിരിയായി, പിന്നെ അതിന്റെ തുടർച്ച ഉണ്ടാവും. അങ്ങനെ ഒരു സിനിമയാണ് എന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ഒരുപക്ഷെ നമ്മള് ഒരു ചെറിയ മോണിറ്ററിൽ ഇരുന്നിട്ട് ഒരാളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഒരു 10 times എഫക്ട് ഉണ്ടാവും നമ്മൾ തിയേറ്ററിൽ പോയിട്ട് എല്ലാവരും കൂടെ ഒച്ചത്തിച്ചിരിക്കുമ്പോൾ. അപ്പൊ അതിന് ഒരു ടൈലർ മെയ്ഡ് പോലെയുള്ള ഒരു സെലിബ്രേഷൻ പോലത്തെ ഒരു സിനിമയാണ് ഇതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ ഒരു തുടക്കാലത്തെ ഫഹദ് ഫാസിൽ പടങ്ങളുടെ പേരിലെങ്കിലും അങ്ങനെ ഒരു സിഗ്നേച്ചർ പടങ്ങളുടെ പേരിലും ഒരു തിയേറ്റർ ഡിസൈൻ പടങ്ങളല്ല ഫഹദ് ചൂസ് ചെയ്യുന്നതൊക്കെയുള്ള പല സമയത്തും തോന്നുന്നത്. പക്ഷെ എനിക്കൊന്ന് ഈ ആവേശം വന്നപ്പോഴാണ്, അതായത് ഈ ഒരു സ്കെയിൽ, അതായത് ആ സ്കെയിലിംഗ് എന്നുള്ളൊരു സംഗതി മൊത്തം മാറി മറിഞ്ഞത്. അതിലൊരു തിയേറ്ററിനെ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാമോ, ഒരു 250% ഒക്കെ അങ്ങനെ വേണേൽ സെലിബ്രേറ്റ് ചെയ്യാവുന്ന പടങ്ങൾ എന്നുള്ളത്, അങ്ങനെ ഒരു ചോയ്സ് എടുക്കാതിരുന്നിട്ടുണ്ടായിരുന്നോ? ഇപ്പൊ ഈ സിനിമയുടെ കാര്യം വന്നപ്പോ ഇതും അങ്ങനെ ഒരു ഫെസ്റ്റിവൽ ഡിസൈനിലേക്കാണല്ലോ ഈ പടം. അതെ 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 അതെ. അല്ല, ഇത് കഥ കേട്ടപ്പോ തന്നെ ഇതൊരു എന്താ വെച്ചാൽ ഇത് സിനിമയിൽ ഒരു ആഘോഷമുണ്ട്. അപ്പൊ അത് ഒരു ഗ്യാതറിംഗിലൂടെ അത് കറക്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഡെഫിനറ്റ്ലി തിയേറ്ററിക്കൽ ഡിസൈൻ ഫസ്റ്റ് സ്റ്റേജ് തൊട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം. ഇപ്പൊ മലയും കുഞ്ഞ് റിലീസിന് മുമ്പ് ഡയറക്ട് ടു ഡിജിറ്റൽ വേണമെന്നൊക്കെ ആലോചിച്ചത്. കാരണം ആ പോയിന്റിൽ അങ്ങനെ. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു സിനിമയായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇത് എസ്പെഷ്യലി ഫാമിലി ഒക്കെ ആയിട്ട് പോയിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഈ ആക്ടറിന്റെ ഒരു നമ്മൾ ഓരോ ആക്ടറിന്റെ ഇപ്പം നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെ ഒക്കെ പോലെ തന്നെ ഓരോ ആക്ടറിന്റെയും ഫേസ് വരുന്ന സമയത്ത് ഒരു ലാർജർ തിയേറ്റർ ഡിസൈൻ. എനിക്കത് കോവിഡിന് ശേഷം നമ്മൾ പറയുന്ന ഭീഷ്മ എന്ന് പറയുന്ന പടം വന്നത് അങ്ങനെ ഒരു ഹെവി ഇതിലാണ്. ലാസ്റ്റ് മോഹൻലാലിന്റെ തുടരും എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ ആണെങ്കിലും ഒരു തിയേറ്ററിനെ മൊത്തം ഇളക്കുന്ന സിനിമകൾ വരിക എന്നുള്ളതാണ്. കോവിഡിന് ശേഷം അങ്ങനെ ഒരു ഇപ്പം കൂലി റിലീസ് ചെയ്യുന്നതുകൊണ്ട് പറയുകയാണ്, അങ്ങനെയൊക്കെ ഒരു മൾട്ടി സ്റ്റാറർ ഹെവി. ഇപ്പം മഹേഷിന്റെ പടം അങ്ങനെയാണ്. അങ്ങനെ തിയേറ്ററിനെ ഇളക്കി മറിക്കുന്ന സിനിമ ഉണ്ടാക്കുക, തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നൊരു സംഗതി വളരെ പ്രധാനമായിട്ടുള്ളതാണ്. അതുപോലെ ഒരു ഇനീഷ്യൽ ടൈമിൽ തിയേറ്റർ എന്നുള്ള അല്ലെങ്കിൽ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പടങ്ങൾ തന്നെയാണ്. പക്ഷെ ഒരു മാസിന് വേണ്ടിയിട്ടുള്ള പടങ്ങൾ എന്നുള്ളത് ഒരു വലിയ പരിഗണനയായിട്ട് തുടക്കത്തിലൊന്നും കണ്ടിരുന്നില്ലല്ലോ. ആവേശം ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ഡിസിഷനിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എപ്പോഴെങ്കിലും ഒന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നുള്ളൂ. അത് ഒരു പ്രാവശ്യം കാണിച്ചു. ഇനി അത് റെയർലി ഒക്കെ ഇനി ഞാനത് എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ് അല്ല. എനിക്ക് ഞാൻ കേട്ട കഥയാണ് ഷൂട്ട് ചെയ്യുന്നത്. അതായത് തിയേറ്ററിൽ ഇനി ഓടാൻ വേണ്ടി കഥയിൽ ഇനി ഇങ്ങനെ മാറ്റ്, അല്ലെങ്കിൽ ഇത് തിയേറ്ററിൽ ഓടില്ല, ഇത് ഇങ്ങനെ ചെയ്ത OTT-യിലേക്ക് ഞാൻ ഒരിക്കലും അങ്ങനെ പോയിട്ടില്ല. ഞാൻ കേൾക്കുന്ന കഥ ഷൂട്ട് ചെയ്യാനാണ് ഞാൻ എപ്പോഴും ട്രൈ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് പല കോൾസും എടുത്തിട്ടുള്ളത്. ഇത് ആവേശം again ഈ ആവേശം ആ പോയിന്റിൽ അന്ന് അങ്ങനെ പ്ലാൻ ചെയ്യാൻ കാര്യം അല്ലാതെ ഞാൻ ആവേശത്തെ കാര്യത്തിൽ ഒരു ആഡ് ഓൺ പറയാം. ആവേശം പോകുകയാണ് നിങ്ങൾ വലുതാക്കിയത്. അത് ഭയങ്കര ഡിസിഷനാണ്. പ്രൊഡ്യൂസർ കൂടിയാണ്. പെട്ടെന്ന് അതിന്റെ സ്കെയിലാണ് വലുതാവുക. അത് പ്രൈമറിലി ഷൂട്ടിലേക്ക് പോയി കഴിഞ്ഞ ഒരു 10-15 days കഴിഞ്ഞായിരിക്കും ജിത്തുവും ഈ ക്യാരക്ടറിന്റെ പോസിബിലിറ്റി കുറെ കൂടെ മനസ്സിലാക്കിയത്. അപ്പൊ അങ്ങനെയാണ് അത് ലേഡായിട്ടാണ് വലുതായത്. മാസ് പരിപാടികൾ ജനറേറ്റ് ചെയ്യുന്ന സിനിമ അല്ലെങ്കിലും മാസിന് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇമോഷൻസ് ഭയങ്കരമായിട്ടുണ്ട്. അത് ഹ്യൂമർ ആയാലും കണ്ണു നിറയ്ക്കുന്ന മൊമെന്റ്സ് ഉണ്ട്. അപ്പം പാക്കേജ്ഡ് ആണ് സിനിമ. അതൊരു പ്രോപ്പർ തിയേറ്ററിക്കൽ ഡിസൈനിന് വേണ്ടി തന്നെ പാക്കേജ്ഡ് ആണ്. മൾട്ടിപ്പിൾ ലാംഗ്വേജസ് ചെയ്ത സമയത്ത് ഈ പടം ചെയ്യാം എന്ന് പറയുന്ന അതിനെ ആദ്യം എസ് പറയിപ്പിച്ച ഫാക്ടർ എന്താ ഈ പടത്തിന്റെ? എനിക്ക് മെയിൻലി 2 ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. ആക്ച്വലി യു കൻ സേ 3. ആദ്യം എനിക്ക് എൻ്റെ ക്യാരക്ടർ നിധീനെ ഭയങ്കര ഇഷ്ടമായി. ആൻഡ് സെക്കൻഡ്, അൽത്താഫയുടെ വിഷൻ
ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. തേർഡ് ഇസ് ഓബ്വിയസ്ലി ഫാദർ. സോ ബേസിക്കലി അൽതാഫ് ക്രിയേറ്റ് ചെയ്യുന്ന വേൾഡിൽ ഈ ക്യാരക്ടേഴ്സ് തൊട്ട് സിനിമയുടെ വിഷ്വൽ ടോൺ വരെ ഭയങ്കര കളർഫുള്ളും ഓഫ് ബീറ്റും ലൈക്ക് എക്സാജറേറ്റഡ് ആണ്. ആൻഡ് ബേസിക്കലി തമിഴിൽ താണാ ചേർന്ന കൂട്ടം എന്ന് പറയത്തില്ലേ, ഒരു ഗ്രൂപ്പ് ഓഫ് മിസ്ഫിറ്റ്സ്. സോ ദ ഫിലിം ഇസ് അബൌട്ട് സംതിങ് ലൈക്ക് ദാറ്റ്. ആൻഡ് എൻ്റെ ക്യാരക്ടർ നിധിയും ഈ ഒരു ലോകത്തിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ഈ സിനിമ സ്റ്റാർട്ട് ചെയ്ത ഒരു 5 മിനിറ്റ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചൊരു വട്ടുകേസാണ്. ആൻഡ് പക്ഷെ അവൾ ഭയങ്കര ഇൻ എ വെരി ലവിങ് വേ, അവൾ ഭയങ്കര ക്വർക്കിയാണ്, പ്ലേഫുൾ ആണ്, ഓഫ് ബീറ്റ് ആണ്. പക്ഷെ ചില ക്രൂഷ്യൽ മൊമെന്റ്സിൽ അത് പറഞ്ഞ പോലെ ഇവരുടെ ഇമോഷണൽ കോർ ഭയങ്കര ജെന്യൂനും ഓണസ്റ്റുമാണ്. സോ യു വിൽ സീ വെരി ജെന്യൂൻ ഇമോഷൻസ് ഇൻ ഹർ. ആൻഡ് ഈ ഒരു എക്സാജറേറ്റഡ് ബിഹേവിയേഴ്സ് ആണ് ഈ ക്യാരക്ടറിനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. ഷാനുവിൻ്റെ ആണ് ഒരു ചിരി എക്സ്പോസ്ഡ് ആവുകയാണല്ലോ. നോർമലി നമ്മളൊരു ഇന്റർവ്യൂവിൽ ഒരു ചിരി ഇരിക്കുന്നുണ്ടാവും. ഇപ്പം ഉണ്ണിമായയുടെ ക്യാരക്ടർ വന്ന് വിളിക്കുന്ന സമയത്ത് ഈ അച്ഛൻ്റെ മരണശേഷം ജോജിയിൽ ആൾറെഡി ഒരു ഷെയ്ഡ് ഒരു ചിരിയുണ്ട്. പിന്നെ മാസ്ക് ഇടാൻ പറയുന്ന സമയത്തും വേണേൽ ഒരു ചിരി വരുന്നത് പോലെ ഒരു സാധനമുണ്ട്. ഇപ്പൊ ഈ സിബിയുടെ ആ പോർഷൻ വരുന്ന മറ്റേ ജീവിത ലൈഫ് കണക്ട് ചെയ്യുന്ന ഡയലോഗില് ഒരു എക്സ്റ്റൻഡഡ് ചിരിയുണ്ട്. ഞാൻ അത് ഭയങ്കര വിഹേഡായിട്ടുള്ള വേറെ തരം ചിരിയാണ്. മുമ്പ് ഒരു ക്യാരക്ടർ വന്നിട്ടില്ല. അപ്പൊ നമ്മള് ഇപ്പം ഒരു ആക്ടറിന് ചിരിയെ പുതുക്കുക, പുതിയ ചിരി ഒരു ക്യാരക്ടറിന് വേണ്ടി ചിരിക്കുക എന്ന് പറയുന്നതിനൊക്കെ എക്സ്റ്റൻഡഡ് വേർഷൻ ആണല്ലേ ഒരുപക്ഷെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്താണ് അപ്പം അങ്ങനെ ഒരു ഇപ്പൊ ഈ ക്യാരക്ടറിനെ വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം ഓടുംകുതിരയിലെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ ഇതിനെന്തെങ്കിലും പുതുതായിട്ട് ഉണ്ടാക്കേണ്ടി വരില്ലേ? ട്രൈ സംതിങ് ന്യൂ എന്നായിരിക്കുമല്ലോ ഈ ഡയറക്ടർ പറയുന്നത്. അതിലേക്ക് അതെങ്ങനെയാണ് ഈ ചുരുങ്ങിയ ഞാൻ പറയുന്നത് അവരോട് മേക്ക് മീ ഡു സംതിങ് ന്യൂ എന്നാ പറയുന്നത്. എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അത് നിങ്ങൾ തരുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് എനിക്കത് ന്യൂ ആക്കാൻ ഞാൻ ട്രൈ ചെയ്യാം. അതല്ലാതെ എനിക്ക് അങ്ങനെ എല്ലാ ക്യാരക്ടറും ചെയ്യാൻ പറ്റിയ ആളൊന്നും അല്ല ഞാൻ. എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ താനാ ചേർന്ന കൂട്ടമാണ്. ഞാൻ അതിനാണ് വിഷ് ചെയ്യുന്നത്. ഇത് കുറെ ആൾക്കാർ വന്ന് ഇത് കറക്റ്റ് ആക്കും. എനിക്ക് ഒറ്റയ്ക്ക് ഇത് അങ്ങനെ ഒരു പരിപാടി ഞാൻ കറക്റ്റ് ആക്കിയിട്ടുമില്ല ഒറ്റയ്ക്ക്. ഞാൻ എപ്പോഴും സ്വപ്നം കാണുന്നത് ഒരു കഥ ഇഷ്ടപ്പെട്ട് നമ്മൾ ഷൂട്ടിന് വേണ്ടി പോയി കഴിഞ്ഞ് ഒരു കൂട്ടം ആൾക്കാർ അവിടെ വരികയാണ് ഇത് ഇനി നന്നാക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആ പ്രോസസ്സിലാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്. പിന്നെ എൻ്റെ ഫാദർ പറഞ്ഞൊരു കാര്യം, അതാണ് ഞാൻ എപ്പോഴും എൻ്റെ ഫാദർ എന്നോട് ആകെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ സിനിമയായിട്ട് ബന്ധപ്പെട്ട്. നിനക്ക് ഇഷ്ടമുള്ള സിനിമയാണ് നീ ചെയ്യുന്നതെങ്കിൽ നിനക്കെങ്കിലും അത് ഇഷ്ടപ്പെടും. അപ്പം അത് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. അപ്പം എൻ്റെ ധർമ്മം അതാണ്. ലൈക്ക് ഡു ഐ ലൈക്ക് ഇറ്റ് ഓർ നോട്ട്? ഇഫ് ഐ ലൈക്ക് ഇറ്റ്, ആ സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു സെറ്റിംഗ് ഭയങ്കര വിയേർഡാണ്. അപ്പൊ എന്നെക്കാളും ക്ലിയർ ആയിട്ട് ഇതിന്റെ ക്യാരക്ടേഴ്സിന് അൽത്താഫിനായിരിക്കും കുറെ കൂടെ അറിയാൻ പറ്റുക. അപ്പൊ അങ്ങനെ ഒരു ട്രയൽ ആൻഡ് എററിലാണ് ക്രാക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ചിരിയുടെ കാര്യം ഞാൻ എപ്പോഴും ആൾക്കാരിൽ കണ്ടിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത സുഹൃത്തുക്കളായിട്ട്, ഇപ്പം ഒരു എക്സാമ്പിൾ ജിത്തുവിനോട് നിന്നിട്ട് ഇങ്ങനെ രംഗയുടെ ഏതോ പെർഫോമൻസിൽ ഞാൻ ചെന്ന് ചോദിച്ചു ഇതും കൂടെ ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചെയ്താലോ? ജിത്തു അത് നല്ല ബോറായിരിക്കും. അപ്പൊ ഈ ആൾക്കാർ ചിരി, ഇന്ന് ഞാൻ സാനു വർഗീസ്, ഞാൻ ഇന്ന് സാനുവിന്റെ ചിരി നോട്ടീസ് ചെയ്തു. എന്തൊരു വിയേർഡ് ചിരിയാ! ഞാൻ എത്ര പടം ചെന്നറിയോ സാനുമായിട്ട്, പക്ഷെ അങ്ങനെ ഒരു പൊട്ടിച്ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ആൾക്കാര് ഒന്നില്ലെങ്കിൽ ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള ഒരു പരിപാടിക്ക് മുമ്പ്, അതല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു രീതിയിലുള്ള ഇന്നസെൻസ് പുറത്തു വരുന്നതാണ്. ഇപ്പൊ ജോജി ആയാലും പുള്ളി പറയുന്നത് കട്ട ആന്റിബയോട്ടിക് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഉടനെ തട്ടിപ്പോകുന്ന അപ്പനെ പറ്റിയാ പറയുന്നത്. അപ്പൊ ഈ അഗൈൻ ശ്യാമും ദിലീഷിന്റെ ഒക്കെ കോൺട്രിബ്യൂഷൻ എന്താ വെച്ചാൽ ഞാൻ പറയുന്നത് സിബിയുടെ ഒക്കെ ചിരി ആ പടത്തിന്റെ എൻറ്റയർ ഒരു എന്താ പറയാ ഒരു ട്രെയിലർ പോലെ. അത് മാത്രം ആ പോർഷൻ പുള്ളി പറയുന്ന കൗണ്ടർ ഡയലോഗ് മാത്രം ഒരു എൻറ്റയർ സിനിമ പ്ലേസ് ചെയ്ത പോലെ തോന്നാറുണ്ട്. കാരണം അതൊരു ആക്ടർക്ക് കിട്ടുന്ന ഒരു മൊമെന്റുമാണ്, ആക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മൊമെന്റും ആണല്ലോ. അതാണ് ഞാനത് സ്പെസിഫിക് ആയിട്ട് പറയാൻ കാരണം. ഇപ്പം സ്പെസിഫിക് ആയിട്ടത് ഞാൻ പറയുമ്പോൾ അത് ക്ലിയർ ആയിട്ട് കിട്ടണമെന്നില്ല. ഈ നമ്മുടെ ഓടും കുതിരയിൽ എബിക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഐ എം അസ്യൂമിങ് സെക്കൻഡ് ടൈം കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോ എബിയുടെ ചിരി ഫേക്ക് ആയിട്ട് തോന്നാം. എബി മനസ്സിൽ നിന്നല്ല ഒരു പോയിന്റ് വരെ ചിരിക്കുന്നത്. ഇതൊക്കെ ആൾക്കാർ റീഡ് ചെയ്യുന്നുണ്ടോ, റീഡ് ചെയ്യാൻ പറ്റുമോ, അതെല്ലാം ചിലപ്പോൾ ഒരു 2-3 വ്യൂയിങ്ങിൽ നമ്മൾ ഉദ്ദേശിച്ച പല കാര്യങ്ങളും ആൾക്കാർ കാണാതെ പോയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങളും ആൾക്കാർ പിന്നെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒത്തിണങ്ങി അതിന്റെ പൊസിഷനിൽ വരുമ്പോഴാണ് ഇതെല്ലാം നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം കൊടുമുദ്രയിൽ അത് വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ.
കല്യാണി ഇതിലിപ്പം ഞാൻ ചോദിക്കുന്നത്, കല്യാണി 2 ലാംഗ്വേജിലായിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ ചെയ്യുന്നതാണ്. ഈ ഇനീഷ്യലി സിനിമയുടെ കാര്യത്തിൽ വന്ന് ഇപ്പം ഇവിടെ ഇപ്പം കേരളത്തിൽ തന്നെ ഒരു ഫാൻ ബേസ് ഉണ്ട്. ഇപ്പം ഓണത്തിന് 2 പടം വരികയാണ്. ഇപ്പോൾ തല്ലുമാല പോലത്തെ ഒരു വലിയ സെലിബ്രേഷന് ശേഷമാണ് ഒരു മേജർ 2 റിലീസുകൾ വരുന്നത്. അപ്പോൾ മലയാളത്തിൽ നിന്ന് ഒരു പടം എടുക്കുന്ന സമയത്ത് അത് ഏത് തരം പടമാണെന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴെന്താണ് ഒരു ക്ലാരിറ്റിയും ഐഡിയയും? ഇപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റിൽ ഫഹദ് പറഞ്ഞതാണ്, എനിക്കിഷ്ടമായ ഒരു സിനിമ ഞാൻ ചെയ്താൽ എനിക്കെങ്കിലും ഇഷ്ടപ്പെട്ടു. എന്റെ ലൈഫിന് മുമ്പാണ് വന്നിട്ടുള്ള ഡയമണ്ട് നെക്ലസും 22FKയും 3-4 ഡേയ്സ് ഡിഫറൻസിന് ഒരാഴ്ച ഡിഫറൻസ്. എന്നോട് എല്ലാവരും അന്ന് വന്ന് പറഞ്ഞായിരുന്നു ഭയങ്കര മണ്ടത്തരമാണത്, ഇത്രയും ഗ്യാപ്പില്. പക്ഷെ എനിക്കതെന്ന് തോന്നിയത്, എനിക്കൊന്ന് അതാന്ന് തോന്നുന്നു ഏറ്റവും ഹെൽപ്പ് ചെയ്തത്. 2 സിനിമകളിൽ വ്യത്യസ്തമായി ഇരിക്കുന്ന അന്ന് 2 തിയേറ്റർ ആക്സെപ്റ്റൻസ് ടൈപ്പ് ക്യാരക്ടറായിരുന്നു. ഞാൻ വാട്ട് എവർ യു ലൈക്ക്, ഐ തിങ്ക് യു ഷുഡ് ജസ്റ്റ് ഡു ഇറ്റ്. അത് ഒരുമിച്ച് റിലീസ് ആവുമോ അത് നമ്മുടെ കയ്യിലല്ലോ. ആസ് ലോങ് as you enjoy it, നമുക്കൊരു റീസൺ ഉണ്ട് അത് ചെയ്യാൻ. അപ്പൊ അതൊക്കെ ചെയ്യാന്നേ ഉള്ളൂ. ഈ സിനിമയുടെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ സിനിമയ്ക്ക് തൊട്ട് മുമ്പായിരിക്കും കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ ആവുന്ന സമയത്ത്, ഇപ്പം ഞാനെടുത്ത ഇൻ്റർവ്യൂകളിലെല്ലാം എല്ലാ ആക്ടേഴ്സും പൊതുവായി പറയുന്ന സാധനം ഇതിനൊരു ഇപ്പം ലാൽ സാറാണ് ഏറ്റവും കാര്യമായിട്ട് പറയുന്നത്, ഇതിൻ്റെ മാജിക് റെസിപ്പി അറിയില്ല എന്നുള്ളൊരു സാധനം പറയല്ലോ. എന്താണ് പ്രീ റിലീസ് എന്നുള്ളത്? ഇപ്പോൾ പ്രീ റിലീസ് ഇപ്പോൾ വിനയുടെയൊക്കെ മനസ്സിലോടുന്നൊരു സാധനം ഓരോ സിനിമയെക്കുറിച്ചും. ഞാൻ ഈ സിനിമയെക്കുറിച്ച് സ്പെസിഫിക് അല്ല, എത്രത്തോളം ക്രാക്ക് ചെയ്യാൻ പറ്റാറുണ്ട്, ഇതെന്താണ് തിയേറ്ററിലേക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്? നമ്മൾ പ്രേക്ഷകർ കൂടിയാണല്ലോ. ഒന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്തൊരു ഏരിയ. ഞാൻ ഈ 2 സൈഡ് ഉണ്ടല്ലോ, ഇപ്പോൾ ആർട്ടും ബിസിനസ്സും എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ. അപ്പം ഞാൻ ആസ് ആൻ ആക്ടർ എൻ്റെ ഒരു 99%ഉം ഞാൻ ഈ ആർട്ടിലും അതിൻ്റെ ഒരു സിനിമ എന്ന് പറയുന്നൊരു സാധനം അല്ലെങ്കിൽ തിയേറ്റർ അല്ലെങ്കിൽ ആക്ടിങ് ആ ഒരു സോണിൽ മാത്രം നിൽക്കുന്ന ഒരാളാണ്. ഞാൻ വളരെ റീസെൻ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ കൂടെ ഇരുന്നിട്ടാണ് ഈ ഗ്രോസ് ഷെയർ എന്നൊക്കെ പറയുന്ന പരിപാടിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് തന്നെ. അപ്പം എനിക്ക് ഇതിൻ്റെ ഒരു ബിസിനസ് ആസ്പെക്റ്റോ അല്ലെങ്കിൽ പ്രീ റിലീസോ അങ്ങനത്തെ ഒരു അല്ല സ്ട്രേറ്റ്. ഇപ്പം നമ്മൾ പ്രേക്ഷകരാൽ നമ്മൾ ഏത് ഘട്ടത്തിലാണ് ആ സിനിമ നമ്മൾക്ക് പിടികിട്ടുക? തിയേറ്ററിലെത്തിയതിനു ശേഷം തന്നെയാണോ എന്നാണ്? ഏത് തരം പടമാണ്? ഫസ്റ്റ് ഡേ ഒക്കെ തന്നെ കിട്ടില്ലേ? ഇപ്പൊ ഞാൻ ഭാഗമായിട്ടുള്ള സിനിമയുടെ ഭാവി എനിക്ക് ഫസ്റ്റ് ഡേ കിട്ടാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ അല്ല, ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കുഞ്ഞു സിനിമകൾ തിയേറ്ററിൽ വന്നു കഴിയുമ്പോൾ ഒരു ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ ആകുമ്പോൾ ആളുകളുടെ റെസ്പോൺസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഒരിക്കലും മറ്റേ ഈ പറയുന്ന ഇപ്പോൾ വളരെ പൊട്ടപ്പടങ്ങളും ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു സമയമാണല്ലോ. അത് ആ സിനിമ മോശമാണ്, പക്ഷെ ആ സിനിമ വിജയാഘോഷങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിനെക്കുറിച്ച് ആ ഒരു പരിപാടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേറൊരു ബിസിനസ് ആസ്പെക്ട് ഒന്നും എനിക്ക് മനസ്സിലാകാറില്ല. നമുക്ക് ആകെ അറിയുന്നത് ഈ പറയുന്ന ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അൽത്താഫ് എനിക്കൊരു റോള് തന്നു, ആ റോൾ എത്ര ഭംഗിയാക്കി ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന അത്ര ഒരു അറ്റൻഷൻ സ്പാനൊക്കെ ഉള്ളതെന്ന് എനിക്ക് പലപ്പോഴും ആലോചിക്കും. ഞാൻ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഒരു സിനിമ എന്തൊക്കെ ചെയ്ത് ആ സിനിമേനെ ഹെൽപ്പ് ചെയ്യാം അല്ലെങ്കിൽ കൂടുതൽ ആ സിനിമ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യും, അത്രയേ ഉള്ളൂ. ഒരു സിനിമയുടെ ഭാവി പ്രവചിക്കാനോ അങ്ങനെ ഒന്നും ഉള്ള ഒരു അത്ര സാധനം വന്നിട്ടില്ല. ആരും പ്രവചിക്കാറില്ല അത്. ചെയ്യുമ്പോൾ ഇപ്പൊ തിയേറ്ററിനെ സംബന്ധിച്ചുള്ള എല്ലാവരും എനിക്ക് വന്നത് കുറച്ചൊരു ടെൻസ്ഡ് ആവുന്ന ഏത് മോഡലാണ് തിയേറ്റർ? എന്റെ ലൈഫില് ആവേശം. ആവേശത്തിന്റെ ഫസ്റ്റ് ഡേ റിവ്യൂ മുഴുവൻ സെക്കൻഡ് ഹാഫ് ലാഗാണ്. പടം സെക്കൻഡ് ഹാഫ് ലാഗാന്നുള്ളത് ആ പടം റിലീസാൻ 100 പ്രാവശ്യം കണ്ട ആൾക്കാർ പോലും ഗസ് ചെയ്തിട്ടില്ല ഇതിന്റെ സെക്കൻഡ് ഹാഫ് ലാഗാവുന്നുള്ളത്. അപ്പം ഇതൊന്നും നമ്മുടെ ഒരു കൺട്രോളിലുള്ള കാര്യമല്ല. ഇപ്പൊ ഞാൻ ആ റിലീസ് പടം കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കുന്ന സമയത്ത് ആ വഴി എവിടെയോ ഷാനു പോവാണ്. അപ്പൊ അത് മീൻസ് അപ്പൊ പോവാണ്. അപ്പം ഈ ഫീഡ്ബാക്കില് അങ്ങനെ നെഗറ്റീവ് ഫീഡ്ബാക്സ് അങ്ങനെ വേറൊരു പടം നെഗറ്റീവ് എനിക്ക് 2-3 പടങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ ലാഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതെല്ലാം ഇപ്പൊ ഞാനും മനീഷും ഒരു കടയിൽ ഷർട്ട് വാങ്ങിക്കാൻ പോയാ എനിക്കും മനീഷിനും ഇഷ്ടപ്പെടുന്ന 2 രീതിയിലുള്ള ഷർട്ടായിരിക്കും. ഒരു സിനിമ കാണാന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു കളക്റ്റീവ് പരിപാടിയാണ്. ഇപ്പൊ ഫസ്റ്റ് ഡേ കാണുന്ന അതേ ആളുകളല്ല സെക്കൻഡ് ഡേ. അതെ. അപ്പം ഇതിന്റെ പ്യോർ മാജിക് അത് ഒരു വീക്കെൻഡ് കഴിഞ്ഞിട്ട് കറക്റ്റ്
നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് തന്നെ മാജിക് എന്ന് പറയാൻ തന്നെ കാര്യം. അറിയായിരുന്നെങ്കിൽ എല്ലാവർക്കും മാജിക് വിളിക്കണ്ടല്ലോ. സത്യേട്ടൻ ഒരു പ്രാവശ്യം പറഞ്ഞ സത്യേട്ടൻ സമൂഹം എന്ന് പറഞ്ഞ പടം ചെയ്യുമ്പോൾ സുഹാസിനി മാം അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ സുഹാസിനി മാമിനെ കാണാൻ മണിസാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം സത്യേട്ടൻ മണിസാറിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം മണിസാറിൻ്റെ അതിന് മുമ്പുള്ള പടം അത്ര വലിയ ഹിറ്റൊന്നും അല്ലായിരുന്നു. അപ്പോൾ മണിസാർ സത്യേട്ടനോട് പറഞ്ഞ് എല്ലാവരും വന്ന് ചോദിക്കുന്നു എന്ത് പറ്റി, കഴിഞ്ഞ പടം എന്ത് പറ്റി എന്ത് പറ്റുമെന്ന് അറിയായിരുന്നെങ്കിൽ ഞാനത് ചെയ്യൂ. അപ്പം ഇത് ഞാൻ അങ്ങനെ ഇതെല്ലാം അറിയാവുന്ന ഒരാളെ ഇതുവരെയായിട്ടും കണ്ടുമുട്ടിയിട്ടില്ല. അങ്ങനെ ഒരാളെ കണ്ടുമുട്ടാൻ പറ്റിയാൽ അത് ഭയങ്കര, ഞാൻ കണ്ടുമുട്ടിയതും ഞാൻ ഫംഗ്ഷൻ ചെയ്തിട്ടുള്ള എല്ലാവരും ഒരു ട്രയൽ ആൻഡ് എറർ പ്രോസസ്സിൽ എല്ലാ സത്യസന്ധതയോടെ കൂടെയും ഓഡിയൻസിനെ എൻജോയ് ചെയ്യണം. ഇത് ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റീഷൂട്ട് ചെയ്യാം, ഇത് ഓഡിയൻസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ആ ഒരു അപ്രോച്ചിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഓഡിയൻസ് എൻജോയ് ചെയ്യാം എന്നുള്ള ഒരു കൺവിക്ഷനോടെ ക്യാപ്ചറിങ്. ഈ രണ്ട് കാര്യമുണ്ടല്ലോ. ഇപ്പൊ കല്യാണിയാണെങ്കിൽ നമ്മൾ തിയേറ്ററിൽ കാണുന്ന, ഇപ്പൊ നിങ്ങൾ തിയേറ്ററിൽ കാണുന്ന പടവും നമ്മൾ അഭിനയിക്കുന്ന പടവും, ഇപ്പൊ നേരത്തെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പടം ചെയ്തു, പക്ഷെ നമ്മൾ തിയേറ്ററിൽ കണ്ട് ഇഷ്ടപ്പെടുന്ന പടം അതാവണമെന്നില്ലല്ലോ. എങ്ങനെയാണ് തിയേറ്റർ വാച്ചിൽ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നമ്മളുടെ പടം ഓക്കെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്തു, അതിന്റെ റിസൾട്ട് പോസിറ്റീവ് നെഗറ്റീവ് നേരത്തെ പോലെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. തിയേറ്റർ വാച്ചിൽ എടുക്കുന്ന ഒരു പ്രിഫറൻസ് എന്താണ്? എനിക്ക് അതിപ്പോ ഒരു FDFS ഏതായിരിക്കും? സെയിം ഡേയിലാണ് ഇപ്പൊ റിലീസ് അനൗൺസ് ചെയ്തില്ലല്ലോ നിങ്ങളുടെ ഡേറ്റ്? 29 രണ്ട് സിനിമ എനിക്ക് വളരെ സ്പെഷ്യൽ സെയിം ഡേയിലാണെങ്കിൽ ഓക്കെ. ഞാൻ പറഞ്ഞ പോലെ രണ്ട് വളരെ ഡിഫറെൻ്റ് ആയ കാര്യങ്ങൾ ഒരുപോലെ ഇഷ്ടപ്പെടാനുള്ള കേപ്പബിലിറ്റീസ് എല്ലാവർക്കും ഉണ്ട്. സോ എല്ലാവർക്കും രണ്ട് സിനിമ ഇഷ്ടമാവണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. പക്ഷെ ഓരോ സിനിമയും അതിൻ്റെ ഒരു ഓഡിയൻസിനെ കണ്ടെത്തും എന്നാണ് എൻ്റെ വിശ്വാസം. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. പ്രിഫറൻസ് ചോദിച്ചാൽ ഞാനൊന്നും പറയുന്നില്ല. ഒരു ജനറൽ സെനാരിയോ അല്ലേ അങ്ങനെയാണെങ്കിൽ ഐ മീൻ യു നോ ദ ഹൗസ് ഐ ഗ്രോ അപ്പ് ഇൻ. കോമഡിയാണ് ഏറ്റവും പ്രിഫേർഡ്. അത് ചിലപ്പോൾ ഇതിലൊരു ആഡ് ഓൺ ആയിട്ടുണ്ടല്ലോ ഈ പടം സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ വരുമ്പോഴും. തീർച്ചയായിട്ടും ചെറുപ്പത്തിൽ നിന്ന് ഐ ഹവ് ജസ്റ്റ് ബീൻ വാച്ചിങ് ദാറ്റ് നോ. സോ without me even realizing, I'm sure that some amount of favoritism for the genre would have happened. It might have been very subconscious, but I'm sure that it's happened. പക്ഷേ ഈ തെന്മാവിൻ കുമ്പത്തോ കിലുക്കോ ഇത് ചിത്രമൊന്നും കാണുന്ന സമയത്ത് ഇതിന്റെ എഫേർട്ട് അല്ലെ, ബിഹൈൻഡ് ദ ക്യാമറ ഇങ്ങനെ ഒരു എഫേർട്ട് ഉണ്ട് എന്നുള്ളത് ചിലപ്പോ ഇങ്ങനെ ഒരു സിനിമ അഭിനയിക്കുമ്പോഴായിരിക്കും മനസ്സിലാവുന്നല്ലേ? സത്യം പറഞ്ഞാൽ ഇതിൽ അത്ര എഫേർട്ട് ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. It was a very breezy film to work on. So ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഫാക്ച്വൽ അല്ല. പക്ഷെ ഐ മീൻ like I said, I grew up on his sets, on Acha's sets, and it was a different vibe for me. It was very similar to the vibe we had on our set. And I just feel like back when I was a kid, I used to watch Acha and his friends really enjoy what they were doing, and I grew up wanting to be in that position. I grew up wanting to have friends and work with friends and just really enjoy my time on set, and I feel like I'm living that dream right now. So I'm very grateful. എൻജോയ് ചെയ്ത് ഭയങ്കരമായിട്ട് Yeah. ഈ സിനിമ ഷൂട്ട് ചെയ്തത്. പ്രത്യേകിച്ച് ഇയാളായിട്ട് ഭയങ്കര പുള്ളി റീഡിഫൈനിങ് ആയിരുന്നു പുള്ളിയായിട്ടുള്ള ഫംഗ്ഷനിങ്. ഈ ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ നിങ്ങൾ ഇഷ്ടമുള്ള സിനിമ ചെയ്യുന്നു എന്ന് പറയുമ്പം ആ പ്രോസസ്സ് ഇപ്പൊ ഷാനു സംസാരിക്കുമ്പോൾ എനിക്ക് സ്പെസിഫിക് ആയി തോന്നാറുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഇപ്പൊ അതിൻ്റെ ഒരു ഷോർട്ട് ആണെങ്കിലും ഒരു ഫിലിം മേക്കർ അതിനെ കൺസീവ് ചെയ്ത മട്ടിലാണ് സിനിമയെ കാണാൻ ശ്രമിക്കുന്നത്. ഞാൻ ഇന്ന സ്ഥലത്ത് പോയി നിൽക്കണം, എൻ്റെ ക്യാരക്ടർ എന്നതാണ്, തിരിച്ച് ഞാൻ എൻ്റെ കാരവാനിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ അതിൻ്റെ ടോട്ടാലിറ്റി, അതിൻ്റെ ഒരു പ്രോസസ്സ് അത് എവിടെ തുടങ്ങി എവിടെ തീരുന്നു എന്നുള്ളത് മൊത്തം അറിയാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോഴും അതേ അങ്ങനെ തന്നെയാണോ നോക്കുന്നത്? അത് ശരിക്കൊരു കുറച്ച് കുഴപ്പം പിടിച്ചൊരു ആലോചനയായി മാറില്ല ഒരു ഘട്ടത്തിൽ? കാരണം വെച്ചാൽ അതിൻ്റെ എല്ലാ പ്രോസസ്സും നമ്മുടെ തലയിൽ കൂടി നിൽക്കില്ലേ ക്യാരക്ടറിനൊപ്പം? ഈ എന്താ പേഴ്സണലി ഒരു പണി കൂടുതലല്ലേ അത്? മൈക്രോ മാനേജ്മെന്റ്, മാക്രോ മാനേജ്മെന്റ് അല്ലെ, ഇങ്ങനെ ചെറിയ ചെറിയ മൈക്രോ മാനേജ്മെന്റ്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ഈസിയാണ്. ഞാൻ എനിക്കിതെല്ലാം ഇപ്പം മനീഷ് പറഞ്ഞ എല്ലാ കാര്യം ഞാൻ ഇവിടെ വിളിച്ച് ചോദിക്കത്തേ ഉള്ളൂ. പുള്ളിയാണ് ഇതിനെല്ലാം
എനിക്കായാലും പ്രൊഡ്യൂസറിനായാലും ഒക്കെ ആൻസർ തരേണ്ടത്. ഇപ്പം ഇതിന്റെ ഫോമാറ്റ് കുറെ, ഇപ്പം നമ്മളെല്ലാം കൂട്ടുകാർ, ഇപ്പൊ എനിക്കിപ്പം മ്യൂസിക്കിന്റെ പ്രോഗ്രസ് അറിയാൻ എനിക്ക് അൽത്താഫിനെ വിളിക്കണം, എനിക്ക് ഡയറക്ടർ ജസ്റ്റിനെ വിളിക്കാം, എഡിറ്റിന്റെ അപ്ഡേറ്റ് അറിയാൻ നിതിനെ വിളിക്കാം. അപ്പൊ ഇപ്പൊ ആ സിനിമയിൽ അപ്പൊ എല്ലാരും ആക്സസിബിൾ, എല്ലാരും നമ്മളെ അറിയാവുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ ഒരു ടെൻഷൻ ഒന്നും ഇല്ല. ബേസിക് ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ എന്നോട് പറഞ്ഞ കഥ പുള്ളിക്ക് ഇവൻച്വലി സിനിമയാക്കാൻ പറ്റുമോ, ഞാൻ കേട്ട കഥ ആണോ ഞാൻ ഇവൻച്വലി അഭിനയിച്ചുകൊണ്ടിരുന്നത്, ഇതൊക്കെയാണ് ഫൈറ്റ്. അതല്ലാതെ സ്ട്രെസ്സും ടെൻഷനൊന്നും അങ്ങനെ, ഇതെല്ലാം മാനേജബിൾ, എല്ലാ ജോലിക്കുള്ള പരിപാടികളൊക്കെ ഉള്ളൂ. ഞാൻ ചാപ്പാക്കുരിശ് മുതൽ എനിക്കൊന്ന് ഒട്ടുമിക്ക സിനിമയുടെയും മുൻപോ ശേഷമോ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോവിഡിന് ശേഷം നമ്മൾ ഇന്ത്യയിലെ ഏത് റീജിയൻ ലാംഗ്വേജ് കൊടുത്താലും അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമകൾ കാണുന്ന ഒരാളെ എവിടെ കണ്ടാലും അവരുടെ മുന്നിൽ ഒരു ഫഹദ് ഫാസിൽ സിനിമയോ ഫഹദ് ഫാസിൽ റെഫറൻസോ ഉണ്ടാവും. ഇപ്പോൾ ഇനി അങ്ങോട്ടൊരു സിനിമ വരുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിലൊരു തെലുങ്ക് ഫിലിം വരാം, കന്നഡ ഫിലിം വരാം, അങ്ങനെ സിനിമകളുടെ സെലക്ഷൻ പ്രോസസ്സിൽ എന്താണ് ഇനി നേരത്തെ വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ കുറച്ചെങ്കിലും ഇപ്പം മലയാളം എന്നുള്ള ഒരു ഒറ്റ പ്രിഫറൻസിൽ നിന്ന് മാറേണ്ടി വന്ന സാഹചര്യം ഉണ്ടല്ലോ? എനിക്ക് അറിയില്ല, അതാ ഞാൻ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ഇങ്ങനെ. എനിക്കങ്ങനെ ഒന്നും, സിനിമ മാറിയിട്ടുണ്ട്. അപ്പൊ ഈ മാറിയ സ്പീഡിൽ ഞാൻ മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അഗൈൻ എനിക്ക് ആകെ ഒരു കാര്യം ചെയ്യാൻ അറിയുള്ളൂ. എനിക്ക് പുതുതായിട്ട് തോന്നുന്ന ഒരു സിനിമ അല്ലെങ്കിൽ എനിക്ക് ഫ്രഷ് ആയിട്ട് തോന്നുന്ന ഒരു സിനിമ, അതേ എനിക്ക് ജഡ്ജ് ചെയ്യാൻ അറിയുള്ളൂ. ഇത് ഞാൻ കേട്ടിട്ടില്ലല്ലോ മുമ്പ്, അപ്പൊ ഞാൻ അതിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് ഇതിന്റെ മേളിലൊന്നും എനിക്ക് ജഡ്ജ് ചെയ്യാനേ അറിയില്ല. ഒരു കഥ കേട്ടിട്ട് ആ കഥയിൽ എന്തെങ്കിലും രീതിയിൽ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ, ആ കഥ ഇന്ന് ഒരു സിനിമയായാലും അതിന് വാലിഡിറ്റി ഉണ്ടോ, ഇതിന്റെ മേളിലൊന്നും. പക്ഷെ നമ്മളൊരു ചിലപ്പോൾ ഒരു ഇന്ത്യൻ ആക്ടറെ ഞെട്ടിക്കുന്ന ഒരു ഇന്റർനാഷണൽ ഫിലിം മേക്കറുടെ ഒരു കോള് വരെ വന്നിട്ടുള്ള ഒരു ആക്ടർ കൂടിയാണല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എവിടെ അത് ക്രാക്ക് ചെയ്യുക, എന്താണത്? പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ, അവരെന്നെ ഓഡിഷൻ കഴിഞ്ഞ് റിജക്ട് ചെയ്ത്. ഓഡിഷൻ റിജക്ട് ചെയ്തതല്ല, പുള്ളിക്ക് കൺസേൺ എന്റെ ആക്സെന്റ് ആയിരുന്നു. അപ്പൊ ഈ ആക്സെന്റിന് വേണ്ടി ഞാൻ അമേരിക്കയിൽ പോയി 3.5 മാസമോ 4 മാസം നിക്കണം എന്നൊക്കെ പറഞ്ഞു. അതിന് പേയ്മെന്റ് ഇല്ല. അപ്പൊ അതൊക്കെ കാരണം ഞാൻ വിട്ടതില്ല, ഞാൻ ഓടിയാണ്. ഞാൻ ഇതിന്റെ കമേഴ്ഷ്യൽസ് എനിക്ക് ഒരിക്കലും വർക്ക്ഔട്ട് ആയില്ല. പിന്നെ ഈ ആക്സെന്റിന് വേണ്ടി ഞാൻ പോയി ഇത്രയും മെനക്കെടുക, എനിക്ക് അങ്ങനെ ഒരു ഫയർ എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഇവിടെ ഉള്ള ഞാൻ പറഞ്ഞ ഇപ്പം 2 തരം എക്സൈറ്റ്മെന്റ് അപ്പൊ വരുമോ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സിനിമ എന്നൊരു ടോട്ടൽ പ്രോസസ്സ്, ആരാണ് ഡയറക്ടർ എന്നുള്ള ചോദ്യമേ അവിടെ നിൽക്കുന്നില്ല. ഇപ്പുറത്ത് ഞാൻ പറയുന്നത് ഇപ്പം നെയിം ഡ്രോപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇനരിറ്റിനെ പോലത്തെ ഒരു ഫിലിം മേക്കറുടെ ഒരു കോൾ ഇപ്പുറത്തുനിന്ന് വരുന്നു, ആ കോൾ എത്തിയിട്ടുള്ള ഒരു ആക്ടറാണ് മുന്നിലിരിക്കുന്നത്. അങ്ങനെ ഒരു സാധനം വരുമ്പോ എന്താണ് അതിൽ? ഓഡിഷൻ ഇല്ലായിരുന്നു, ചിലപ്പോ അതങ്ങ് പോയെന്നെ. ഒരു മീറ്റിംഗ് നടന്നപ്പോഴാണ് ഐ സ്പോക്ക് ടു ഹിം ഓൺ ദ വീഡിയോ കോൾ. പുള്ളിയും ഞാനായിട്ട് സംസാരിച്ചു. അപ്പൊ ആ കോൺവെർസേഷൻ കഴിയുമ്പോഴായിരിക്കും പുള്ളിക്ക് തോന്നിയത്, അയ്യോ ഇവനല്ലല്ലോ എനിക്ക് വേണ്ടതെന്ന് പുള്ളിക്ക് തോന്നി കാണും. അപ്പൊ ആ ഇന്ററാക്ഷനിലാണ് ഇപ്പം അൽത്താഫായിട്ട് ചിലപ്പോൾ അൽത്താഫ് ആദ്യമായിട്ട് എന്നോട് കഥ പറയാൻ വരുമ്പോ അൽത്താഫിന്റെ മനസ്സിലുള്ള ഒരാളല്ല ഞാനെങ്കിൽ അൽത്താഫ് ഒടുമുതൽ എന്നോട് പിച്ച് ചെയ്തില്ല. അപ്പൊ അങ്ങനത്തെ ഉള്ള മീറ്റിംഗ്സിൽ തന്നെ പോയ കാര്യങ്ങളുണ്ട്. പിന്നെ എന്റെ ലൈഫിൽ എല്ലാ മാജിക്കും ഉണ്ടായിരിക്കുന്നത് ഇവിടെയാണ്. അപ്പം എനിക്ക് ഇനിയും എന്തെങ്കിലും രീതിയിൽ ഒരു മാറ്റം ഉണ്ടായാൽ തന്നെ അതിവിടെ ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ കേരളത്തിന്റെ പുറത്തുപോയി ഒരു സിനിമ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും രീതിയിൽ എനിക്ക് റീഡിഫൈനിങ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റിയാലും അത് ഇവിടെ ചെയ്യണം എന്നാണ് എൻ്റെ. പക്ഷെ അതേസമയം തന്നെ ഇപ്പൊ ആവേശം പോലത്തെ ഒരു സിനിമ ഓൺഗോയിൽ ഇതിന് ഈ രീതിയിൽ സ്കെയിൽ ചെയ്യാന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുന്നതിൽ ഈ പറയുന്ന ഇതര കോൺഫിഡൻസ് ആണ്. അവരാണ് ആ കോൾ എടുത്തത്, അത് ഇങ്ങനെ ഇത് പറയണം എന്നുള്ള കോൾ അവരാണ് എടുത്തത്. അല്ല, ആ ഒരു ഡിസിഷൻ ഒരു പക്ഷേ ഈ പല ഭാഷകളിൽ ഉണ്ടാക്കിയെടുത്ത ഒരു സ്റ്റാർഡം, അതൊരു പാൻ ഇന്ത്യൻ വിസിബിലിറ്റി ആണ് എന്ന് പറയുന്ന ഒരു എല്ലാ റീജിയനിലേക്കും ഇത് പോകാൻ പറ്റും. ഷൂട്ട് നടക്കുമ്പോൾ തന്നെ ബോളിവുഡിൽ നിന്നൊക്കെ സ്റ്റുഡിയോസ് വന്നാണ്. മെയിൻ വില്ലനെ ബോളിവുഡിൽ നിന്ന് ഒരാളാക്ക്, വിൽ ഡബ് ഇറ്റ് ഇൻ ഹിന്ദി 2 സ്ഥലത്തും. ഞാൻ ഇന്ന് വരെ എല്ലാ ലാംഗ്വേജും ചെയ്യാൻ വേണ്ടി ഒരു സിനിമ ചെയ്തിട്ടേ ഇല്ല. അത് പ്രൊഡ്യൂസറിന് ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്ന കോളാണ്. നിങ്ങൾക്കത് വേറെ മോണിറ്റർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഒരിക്കലും അത് ഇന്റർഫിയർ ചെയ്തില്ല. ആവേശം ഞാൻ ഒറ്റ സ്റ്റാൻഡ് എടുത്തുള്ളൂ, ബിക്കോസ് ഐ വാസ് ഓൾസോ വൺ ഓഫ് ദ ഡിസിഷൻ മേക്കേഴ്സ്. ഇത് ഞാൻ മലയാളം മാത്രമേ തിയേറ്ററിൽ വരുള്ളൂ, വേറെ OTT റീസൺസ് നിങ്ങൾക്ക് ചെയ്യാം. സോ ദെൻ വി ഡിഡ്ന്റ് വാണ്ട് ടു അങ്ങനെ ഒരു ഇത് ആവശ്യമില്ലാതെ പാൻ ഇന്ത്യ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പരിപാടിക്കൊന്നും പോണ്ട.
അങ്ങനെ പോകാത്തതുകൊണ്ട് ടാക്സി ബിക്കെയിം പാൻ ഇന്ത്യ. ഹിന്ദി Claim റൈറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് ഹിന്ദി റൈറ്റ്സ് പോയി, തെലുഗു റൈറ്റ്സ് പോയി, തമിഴ് റൈറ്റ്സ് പോയി. സോ അപ്പം അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട് ഇങ്ങനെ കാണുമ്പോൾ. എനിക്ക് പൊതുവെ ഇവിടെ ചുരുങ്ങി നിൽക്കുന്ന സിനിമകൾ ചെയ്യണം. ഇപ്പൊ ഈ കരിയറിൽ ഇത്ര സിനിമകൾ പിന്നിടുമ്പോ ഒരു യെസും നോയും വർക്ക് ചെയ്യുന്ന എങ്ങനെയാണ്? ഇപ്പം അൽത്താഫിന് കൊടുത്തൊരു യെസ്, മറ്റു ചിലപ്പോൾ നോ, അതെങ്ങനെയാ ഇപ്പൊ വർക്ക് ചെയ്തെടുക്കുന്നത്? അത് ഇഷ്ടങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞാൻ തന്നെയാണല്ലോ. ചെയ്താൽ ശരിയാവില്ല. ആ നോയ്ക്ക് ചിലപ്പോൾ ഒരു കടുപ്പുണ്ടെന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്ന ഒരു മാസ്റ്റർ ആയിരിക്കാം, ആ. അല്ലെങ്കിൽ വേറെ വലിയ പേരുകളായിരിക്കാം. അങ്ങനെ ആ യെസും നോവും എല്ലാ ആക്ഷനെ സംബന്ധിച്ചോളം ഭയങ്കര കടുപ്പപ്പെട്ട ഒന്നാണല്ലോ. ചെയ്താൽ ശരിയാവില്ല എന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് പറയുക തന്നെയാണ്. ഞാൻ ചെയ്താൽ അത് ശരിയാവില്ല. പിന്നെ ഈ സീനിയേഴ്സായിട്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും ഞാൻ സീനിയേഴ്സിനെ കാണാൻ പോകുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഇപ്പം ഞാൻ സത്യേട്ടനെ കണ്ടപ്പം ഞാൻ സത്യേട്ടനോട് ആദ്യം പറഞ്ഞത് എനിക്ക് ടി.പി. ബാലഗോപാലൻ പോലൊരു പടം ചെയ്യണമെന്നാണ്. പ്രിയേട്ടനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് ചെപ്പ് പോലത്തെ സിനിമ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ക്രാഫ്റ്റ്മാൻസിനും ഇങ്ങനെയുള്ള ടെക്നീഷ്യൻസിനെ കാണുമ്പോൾ തന്നെ അവരുടെ ഒരു സിനിമ നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ. അപ്പോൾ ഞാനെപ്പോഴും അങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. ആ സ്വഭാവത്തിലൊരു സിനിമ ചിന്തിച്ചൂടെ? ഞാൻ ബ്ലെസ് സാറിനെ ഈ അടുത്ത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഭ്രമരം പോലൊരു സോറി തന്മാത്ര ആലോചിച്ചൂടെ എന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ ഓരോ ഡയറക്ടേഴ്സിന്റെ കൂടെ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള സിനിമകളുണ്ടല്ലോ, അത് ഐഡന്റിഫൈ ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ ഈ പ്രിയദർശൻ ഒരു മാസ്റ്റർ ക്രാഫ്റ്റ്മാന്റെ അല്ലെങ്കിൽ ലിസി എന്ന് പറയുന്ന പോലത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട രണ്ട് ടാലന്റുകളുടെ കുടുംബത്തിലുള്ള ഒരാളെന്നുള്ള രീതിക്കാണ് ഈ സിനിമകൾ. ഇപ്പൊ ഇത് ഈ ഷാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ സീസൺ ഏതെങ്കിലും ഒരു പടത്തിന്റെ അല്ലെ ഫാസ്റ്റ് സ്റ്റാറിന്റെ ഏതെങ്കിലും ഒരു പടത്തിന്റെ റീമേക്കോ അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യാന്നൊക്കെ ഉള്ളത്, അങ്ങനെ ഏതെങ്കിലും ഒരു അങ്ങനെ ആഗ്രഹങ്ങൾ വരാറുണ്ടോ? ഇതുപോലൊരു പടം ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞ റീമേക്ക് അല്ല, ഇപ്പൊ നമ്മളൊരു സിനിമ ഇപ്പൊ എല്ലാവരും എല്ലാ കാലത്തും പറയാറുണ്ട് തേന്മാവിൻ കൊമ്പത്ത്, ഇപ്പൊ റീ റിലീസിന്റെ ഒക്കെ ഒരു കാലം കൂടി ആയിട്ടാണ് 4K തേന്മാവിൻ കൊമ്പത്ത് വരണം എന്നൊക്കെ ആളുകൾ പറയുന്നത് പോലെ അവരുടെ ആ ഒരു സ്റ്റോറി വേൾഡിൽ അങ്ങനെ ഒരു സ്റ്റോറി വേൾഡ്, അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റി, അങ്ങനെ ഒരു ആലോചന കൂടി വരാറുണ്ടോ? ഞാൻ എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ ഫേവറേറ്റ് സിനിമ കിലുക്കാണ്. ആൻഡ് മെയിൻലി ബിക്കോസ് ഓഫ് രേവതി ചേച്ചി's character. What's great about this film is, imagine instead of one Revati, there are how many of us? How many main characters? 8-9 Revati. Yeah, imagine 8-9. So it was actually, that's kind of, I think subconsciously what attracted me to this film. Yeah. വളച്ചു കെട്ടിയോളൂ അവിടെ. അല്ല, ഈ എല്ലാ ക്യാരക്ടേഴ്സും ഓണസ്റ്റ് ആണ്. ഇത് എന്ത് എക്സാജറേറ്റ് ആയാലും ഓവർ ദ ടോപ്പ് ആയാലും ബേസിക് സോള് നമുക്ക് കിട്ടും. ഇവരെന്താണ് ഇങ്ങനെയെന്നും ഇല്ലെങ്കിൽ ഇവരെന്താണെന്നും നമുക്ക് മനസ്സിലാവും. അത് റൈറ്റിംഗിന്റെ ഗുണമാണ്. കാരണം ഈ കോണ്ടെക്സ്റ്റ് വിട്ടിട്ട് സിനിമ പുറത്തു പോയിട്ടില്ല. ഈ സിനിമ അഡ്രസ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റിൽ തന്നെയാണ് ഇവരെല്ലാവരും നിൽക്കുന്നത്. അത് തുടങ്ങി തീരുന്നവർ. അപ്പം അത് I personally think that's part of good writing. അല്ല, ഇനിയിപ്പം ആൾക്കാർ കണ്ടിട്ട് തീരുമാനിക്കട്ടല്ലേ. ഒരു കാര്യം കൂടിയുള്ള ഇപ്പൊ ഈ റീ റിലീസ് ഒക്കെ ഒത്തിരി വരുന്ന സമയത്ത് എപ്പോഴും ഈ ഹ്യൂമർ പോലും ഇപ്പം നമ്മളെല്ലാ ഏത് പുതിയ സിനിമ എടുത്തു കഴിഞ്ഞാലും അതിൽ കുറേ പഴയ സിനിമ കയറി വരുന്നുണ്ട്. ഇപ്പം ഞണ്ടുകളുടെ കാര്യത്തിൽ നിങ്ങൾക്കത് ഭയങ്കര ഓർഗാനിക് ആയിട്ട് ഒരു പുതിയ സിനിമ ഉണ്ടാക്കാനാണ് നോക്കിയത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയുടെ റെഫറൻസ്? ഹ്യൂമറിന്റെ കാര്യത്തിൽ പോലും അങ്ങനെ ഒരു റീക്രിയേറ്റ് ചെയ്യുക, പഴകിയത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു സംഗതി ചെയ്തിട്ടില്ല. ഇപ്പം ഓടുംകുതിരയുടെ കാര്യത്തിൽ എന്തായിരുന്നു അപ്രോച്ച്? ഇല്ല, ഇതും എന്നെ സംബന്ധിച്ചത് പുതിയ പടം തന്നെയാണ്. ഞാൻ ചെയ്യാത്തൊരു പരിപാടിയാണ്. സ്റ്റോറി ടെല്ലിങ് വേറെ രീതിയിലാണ് പറഞ്ഞേക്കുന്നത്, ടെക്നിക്കലി ഞാൻ വേറെ രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അങ്ങനെ റെഫറൻസസ് വേറെ പടത്തിൽ നിന്ന് അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു പരിപാടി എടുത്തിട്ടില്ല. മീൻസ് എനിക്കങ്ങനെ അധികം അതിൽ ഡിപ്പെൻഡ് ചെയ്യണതും അത് നമുക്ക് റീലായിട്ടൊക്കെ കാണാനൊക്കെ രസമാണ്, കൊള്ളാം. അല്ലാതെ സിനിമയിലോട്ട് വീണ്ടും അത് പ്രൂവ് ചെയ്തൊരു സാധനം വീണ്ടും നമ്മളെടുത്തിട്ട് അതിൽ ഇരിക്കുക എന്നുള്ളത് എനിക്ക് അത്ര ഭയങ്കര യോജിപ്പായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ചില എന്തെങ്കിലുമൊക്കെ വന്നാൽ ഓർഗാനിക്കലി എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ വന്നേ ഉള്ളൂ. അല്ലാതെ അത് ബോധപൂർവ്വമൊന്നും ഞാനതിലോട്ട് പോവാറില്ല, അങ്ങനെ ആലോചിക്കാറില്ല. അത് ഇപ്പം ഭയങ്കര മൈന്യൂട്ട് ഇതില് മറ്റേ ലേസിന്റെ സംഗതിയൊക്കെ വെച്ച് നമ്മൾ ഭയങ്കര അൺഎക്സ്പെക്ടഡ് ഹ്യൂമർ ആയിരുന്നു ഞണ്ടുകളുടെ കാര്യത്തിൽ. കാരണം നമ്മൾ അങ്ങനെ ഒരു മൊമെന്റിൽ ഇങ്ങനെ ഒരു സറ്റയർ പ്ലേസ് ചെയ്യുന്നത് എക്സ്പെക്ട് ചെയ്ത് പോലും ചെയ്തില്ല. അവിടെ ഈ സൗണ്ടിങ് അടക്കമാണ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നത്. ശരിക്ക് ഈ പടത്തിലെത്തുമ്പം ഈ അൽത്താഫിന്റെ ഒരു ഒന്നാം പടത്തിന്റെ തുടർച്ചയുണ്ടോ അതിന്റെ ഒരു സ്റ്റൈലിലോ കാര്യത്തിലോ? അതിന്റെ ആ വട്ട് ഇതിലുണ്ട്, ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അത് എൻ്റെ ഡിഫോൾട്ട് സാധനമാണ്. അത് ഞാൻ ബോധപൂർവം ചെയ്യണതല്ല. എനിക്ക് അങ്ങനത്തെ വിയേർഡായിട്ടുള്ള സംഭവങ്ങളെ വരുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞാനത് ബോധപൂർവ്വം ഇരുന്നിട്ട് ഇത് വരാത്തൊരു സാധനം ചെയ്യണമെന്ന്. ഇപ്പം എനിക്ക് ഏറ്റവും വലിയ ചലഞ്ച്, ഞാനൊരു
ഒരു സെന്റിമെന്റ്സ് ഒക്കെ വന്നൊരു സീൻ എഴുതി കഴിഞ്ഞാൽ അടുത്ത് കൗണ്ടർ വരും, മറ്റാൾ അത് ബ്രേക്ക് ചെയ്യും മറ്റേ ക്യാരക്ടർ. അപ്പൊ അത് എനിക്ക് ഭയങ്കര ചലഞ്ചാണ്. എനിക്ക് എന്ത് എഴുതിയാലും പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് വേറെ ഇത് സെന്റിമെന്റ് സീൻ മാറിയിട്ട് അത് വേറെ കോമഡി സീനായി പോവും. അപ്പൊ അത് അങ്ങനത്തെ സീനൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യാറില്ല. ബാക്കിയൊക്കെ ഇങ്ങനെ നാച്ചുറലി വന്നതാണ്, അതിന് വേണ്ടി എഫേർട്ടൊന്നും ഒരിക്കലും ഞാൻ എടുക്കാറില്ല. അപ്പൊ എന്തായാലും തിയേറ്ററിൽ ഈ ഓണത്തിന് ഓടുന്ന ചാടുന്ന കുതിരയായിട്ട് മാറട്ടെ. താങ്ക് യു.